ഞങ്ങളെ ഇത്രത്തോളം നടത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. എല്ലാവരും അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാമം ഒരിക്കലും ഉയരുവാനല്ല, ഞങ്ങൾക്കൊരിക്കലും ഉയരമല്ല, ഞങ്ങൾ മുഖം അങ്ങയുടെ നാമം മാത്രം ഉയരുവാൻ ഇടയാക്കണമേ. സ്വയത്തിൽ ഒരിക്കലും ഊന്നുവാൻ സ്വർഗം ഇടയാക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മുഴുവൻ മഹത്വം അങ്ങേക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിന്നാൽ സാധ്യമായൊന്നും ഇല്ലീ ധരണിയിൽ, ഞാൻ വിശ്വസിക്കുന്നു നിന്നിൽ യേശു രക്ഷാകരാ. ഈ പാട്ട് അറിയാവുന്ന എത്ര പേരുണ്ട്? സന്തോഷം. വേറെ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കൂടെ പാടിക്കോ. സന്തോഷമാണ്. വളരെ മനോഹരമായ ഒരു ഗാനം അറിയാവുന്ന പ്രിയപ്പെട്ടവർക്ക് എന്നോട് ചേർന്ന് പാടാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഗാനം എങ്ങനെയാ? രാവിങ്കൽ ഞാൻ ഉറങ്ങുമ്പോൾ മാലാഖമാർ ചുറ്റും. നമുക്കൊരു വിചാരമുണ്ട്, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പുതപ്പും ഞാനേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഫോണും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ 3 പേരും കൂടെ ഉറക്കമൊന്നും അല്ല കേട്ടോ. കൃത്യമായിട്ടിവിടെ പറയാ, രാവിങ്കൽ ഞാൻ ഉറങ്ങുമ്പോൾ മാലാഖമാർ എനിക്ക് ചുറ്റും കാവൽ നിൽക്കുകയാണ്. എത്ര ഭദ്രമായൊരു ഉറക്കമാണെന്ന് നോക്കി, എന്നാ സ്വസ്ഥതയാണെന്ന് നോക്കി, എന്നാ കരുതലാണെന്ന് ആലോചിക്കണം. എന്നിട്ട് പറയാം, രാവിങ്കൽ ഞാൻ ഉറങ്ങുമ്പോൾ മാലാഖമാർ ചുറ്റും അവർ കാവൽ നിന്നെന്നെ സംരക്ഷിക്കാൻ. ആര് പറഞ്ഞിട്ടാണെന്നറിയാമോ? ദൈവം പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ആ പാട്ട് നിങ്ങൾ അറിയാവുന്നൊരു പാടിക്കുക, അല്ലാത്തൊരു ശാന്തമായിട്ട് ആ പാട്ടൊന്ന് ധ്യാനിച്ച് കേട്ടാൽ നന്നായിരിക്കും. നിന്നാല സാധ്യം ആയൊന്നും ഇല്ലീ ധരണിയിൽ, ഞാൻ വിശ്വസിക്കുന്നു നിന്നിൽ യേശു രക്ഷാകരാ. നിന്നാല സാധ്യമായൊന്നും ഇല്ലീ ധരണിയിൽ, ഞാൻ വിശ്വസിക്കുന്നു നിന്നിൽ യേശു രക്ഷാകരാ. തൃക്കൈകൾ എന്നെ താങ്ങിടുമെന്നും, ഭൂവിൽ ഇല്ല ഭയം എനിക്ക്, ഇല്ല നിരാശകൾ ആശങ്കകൾ, ഇല്ല നിരാശകൾ ആശങ്കകൾ. രാവിങ്കൽ ഞാനുറങ്ങുമ്പോൾ മാലാഖമാരവർ എൻ ചുറ്റും കാവൽ നിന്നിടും, എന്നെ സംരക്ഷിക്കും. രാവിങ്കൽ ഞാനുറങ്ങുമ്പോൾ മാലാഖമാരവർ എൻ ചുറ്റും കാവൽ നിന്നിടും, എന്നെ സംരക്ഷിക്കും. തൃക്കൈകൾ എന്നെ താങ്ങിടുമെന്നും, ഭൂവിൽ ഇല്ല ഭയം എനിക്ക്, ഇല്ല നിരാശകൾ ആശങ്കകൾ, ഇല്ല നിരാശകൾ ആശങ്കകൾ. രോഗം എന്നെ പിടിച്ചെന്ന നൽവൈദ്യനാം കർത്തൻ ഏകീടും സൗഖ്യം
സൗഖ്യം വേഗത്തിൽ കാരുണ്യം ചെയ്തിടും. രോഗം എന്നെ പിടിച്ചെന്നാൽ നൽവൈദ്യനാം കർത്തൻ ഏകീടും സൗഖ്യം വേഗത്തിൽ കാരുണ്യം ചെയ്തിടും. തൃക്കൈകൾ എന്നെ താങ്ങിടുമെന്നും ഭൂവിൽ ഇല്ല ഭയം എനിക്ക്, ഇല്ല നിരാശകൾ ആശങ്കകൾ, ഇല്ല നിരാശകൾ ആശങ്കകൾ, ഇല്ല നിരാശകൾ ആശങ്കകൾ. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഭക്തൻ പറയാണേ, എനിക്ക് നിരാശ ലേശമില്ല, എനിക്കൊരാശയക്കുഴപ്പമില്ല. എനിക്കറിയാം എനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ ആലയത്തിൽ കടന്നു വരുവാനും നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരു അവസരം എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് ഇന്നെന്ന പോലെ ഞാൻ നന്ദിയോടെ അത് ഓർക്കുന്നു. ഒരു ചുരുങ്ങിയ ദിവസത്തേക്ക് ഞാൻ ഇവിടെ റീജിയൻ്റെ കൺവെൻഷന് വേണ്ടി കടന്നു വന്നാണ്. അടുത്ത ദിവസത്തിൽ ഞാൻ മടങ്ങിപ്പോകും. എന്നാൽ ഞാൻ ബാബുച്ചാനോട്, ബാബുച്ചായ ഞാൻ വരുന്നുണ്ടെന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അച്ഛാന എനിക്ക് മീറ്റിംഗ് തരണമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയവും ഒരു ദിവസവും ആ ദേവദാസൻ, അന്ന് ബാബുച്ചാൻ രാശക്കുഴപ്പം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളായിരുന്നു. എന്നാലും രണ്ടും കൽപ്പിച്ച് അച്ഛൻ അന്നങ്ങ് തന്ന്. സ്തോത്രം. അന്ന് തുടങ്ങിയ ബന്ധമാണ് കേട്ടോ, ബാബുച്ചാനായിട്ട് അന്ന് തുടങ്ങിയ ബന്ധമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും. എപ്പോഴും വിളിച്ച് ക്ഷേമം അന്വേഷിക്കുകയും സുഖമായിരിക്കുന്നോ, ആരോഗ്യം, ഒരു അപ്പൻ്റെ സ്ഥാനമാണെങ്കിലും നല്ലൊരു കൂട്ടുകാരൻ ഇടപെടുന്നത് പോലെ. എല്ലാ വോയിസും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, അതൊന്നും ഞാൻ ഇവരെ കേൾപ്പിക്കത്തില്ല. എന്നാലും എൻ്റെ ബാബുച്ചാനെ അമ്മാമ്മയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയപ്പെട്ടോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തുഷ്ടനാണ്. ഈ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ലൊരു ഇടയനെ നിങ്ങൾക്ക് കിട്ടിയല്ലോ, അത് സഭയുടെ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും അതൊരു അനുഗ്രഹമാണ്. ആയുസ്സും ആരോഗ്യവും ബലവും കൊടുത്ത ദൈവം പ്രിയപ്പെട്ടവനെ ഈ ദേശത്താക്കിയല്ലോ. ഇതിനിടയ്ക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോഴും ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ക്ഷേമത്തോടെ ദൈവം യാത്ര തന്നെ മടക്കി കൊണ്ടുവന്നല്ലോ. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയിലെ എൽഡേഴ്സ് എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുന്നു. വിശേഷിച്ചാൽ ബിനോയ് ചാനും ബിനു സിസ്റ്ററിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നിങ്ങളാരും ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒത്തിരി പേരെ ഇവിടെ അങ്ങനെ പരിചയപ്പെട്ടില്ലാത്തതുകൊണ്ട്, എന്നാൽ എന്നെ ഒത്തിരി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നൊരു കുടുംബം. ആ കുടുംബം വളരെ സന്തോഷം. അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കാണുവാൻ ദൈവം ഇടയാക്കിയല്ലോ. പ്രിയ സന്തോഷാനെയും ഞാൻ ഓർക്കുന്നു. ഒത്തിരി കരുതുന്ന ഒരു നല്ല ജ്യേഷ്ഠ തുല്യം ഞാൻ ബഹുമാനിക്കുന്നു. ഒത്തിരി എന്നെ സ്നേഹിച്ച ദിവസങ്ങളിലൊക്കെ ഇവരൊക്കെ എന്നെ വിളിച്ച് അന്വേഷിക്കുകയും ഒന്നിനും ഒരു കുറവില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. അങ്ങനെ വരെ അതൊക്കെ ഞാൻ നന്ദിയോട് ഓർക്കുക. ഞാൻ ഓർക്കും, ക്രിസ്തുവിൻ്റെ ഇത് നിന്നെ ചുമക്കുന്നത് കൊണ്ടാണല്ലോ നമുക്കൊക്കെ ഈ ഭാഗ്യം ഉണ്ടായത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ പുസ്തകം എടുത്തില്ലായിരുന്നെങ്കിൽ വല്ല പൂരപ്പറമ്പിലോ വല്ലതും പാടി നടക്കാമായിരുന്നു. ലോകത്തിൻ്റെ കയ്യടി ചിലപ്പോൾ കിട്ടിയേനെ, ലോകം ചിലപ്പോൾ ആദരിച്ചേനെയും. അതുകൊണ്ടാ എം ഇ ചെറിയാൻ സാർ അന്ന് പറഞ്ഞത്, ഇടനാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരുന്ന പേര് എനിക്കെന്തിനാ. സ്തോത്രം. എന്തെങ്കിലും തന്നാൽ 24 മണിക്കൂർ അല്ലെ 48, ഇച്ചിലൂടെ പോയ 5 വർഷം. ഒരു പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ 5 വർഷം അനുവാദമുണ്ട്. ഒരു രാഷ്ട്രപതിയായിട്ടിരിക്കാനും 5 വർഷം അനുവാദമുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ മുൻ രാഷ്ട്രപതിയാണ്. പക്ഷെ അതെല്ലാം പിന്നെ മുന്നാ, ഇല്ല പിന്നൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് മുന്നുമില്ല പിന്നുമില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അത്രയും വലിയൊരു അധികാരം മറ്റാർക്കും ദൈവം കൊടുത്തിട്ടില്ല. അത് ഓർക്കുമ്പോൾ ഞാനും എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ഭാഗത്തെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. പ്രവർത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം എന്ന് വായിക്കാമോ? 3-ാം അധ്യായം. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും ഒന്നും എനിക്കില്ല, ഞങ്ങൾക്കുള്ള ഒറ്റ ഒരു കാര്യമുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ
കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇന്ന് ഭയങ്കര ക്ഷീണം. ഇന്ന് പകലെടുത്ത് പോയപ്പോൾ വാച്ചാ എനിക്ക് സമയം തന്നു, ഞാൻ 2 മണിക്കൂർ അവിടെ നിന്ന് ശുശ്രൂഷ കേട്ടോ. പക്ഷെ പിന്നീട് അവിടുത്തെ വൈകിട്ട് ഉണ്ടായിരുന്നല്ലോ, ഈ തൊണ്ടയെല്ലാം കൂടെ അവിടെ വലിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് പിന്നെ അങ്ങ് വയ്യ, ഞാനവർ അങ്ങ് ഇരുന്ന് പോയി. പക്ഷേ ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കാരണം കർത്താവേ, എനിക്ക് ഈ ചർച്ച വരുന്നത് വലിയ ഇഷ്ടമാണ്. അന്ന് ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടോ എനിക്കറിയത്തില്ല, സഭയോടും ദൈവദാസനോടും ഒക്കെ ഒത്തിരി അടുത്തത് കൊണ്ടാണോ നടത്തില്ല, വലിയ സന്തോഷമാണ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഒരു ബുദ്ധിമുട്ട് പോലും, ഒരു ക്ഷീണം പോലും ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ച്. നമ്മളൊക്കെ വിചാരിക്കുക ഏതാണ്ട് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ചപ്പോൾ ഏത് ചെറിയ ആവശ്യവും ദൈവത്തോട് പറഞ്ഞാൽ, ഈ പാട്ടുകാരൻ എന്താ പറഞ്ഞെന്നറിയാവോ? ഉണ്ടോ ഭാരം ബലഹീനം, തുമ്പങ്ങളും അസംഖ്യം. മനസ്സിലായോ പറഞ്ഞേ? അല്ലാതെ നമ്മൾ പറയാം പരീക്ഷയ്ക്ക് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ ദൈവത്തെ വിളിച്ച് അങ്ങ് പോയി എഴുതാൻ പോവാ, അത് നിന്റെ നമ്പരാ. ചുമ്മാ പറയാ. ഇപ്പൊ എന്താ പുള്ളി പഠിച്ചിട്ട് വന്ന് എഴുതി പറഞ്ഞു തരണം? നീ പരീക്ഷയ്ക്ക് പഠിച്ചെഴുതിയാലേ പറ്റൂ. അത് അതിന്റെ വകുപ്പ്, അതിന്റെ സ്ട്രക്ചർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ പഠിച്ചത് ഓർമ്മയിലാക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും കേട്ടോ. അല്ലാതെ ഞാൻ ഒന്നും പഠിക്കുന്നില്ല, കർത്താവ് എന്നെ ഒന്നും നടക്കത്തൊന്നുമില്ല. കർത്താവിന് അതല്ല പരിപാടി. കർത്താവ് നിന്നെ പരീക്ഷ എഴുതിപ്പിക്കുക എന്നുള്ളതല്ല, പരീക്ഷ എഴുതുന്ന പഠിക്കണം. മനസ്സിലായി? എല്ലാം കൂടെ ദൈവത്തിന്റെ മണ്ടക്കോട്ട് വെക്കുക എന്നുള്ളതല്ല, പഠിക്കണം. പഠിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുവാനുള്ള കൃപ എന്നിട്ട് പോയി എഴുത്. അല്ല തോറ്റു കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് പറയും ദൈവത്തിന്റെ ഹിതം അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് അത് സംഭവിച്ചു. അതങ്ങനെ സംഭവിച്ചു, എനിക്ക് അതിന് വിഷമമില്ല. അതൊക്കെ തല്ലുമേടിക്കാത്തതിന്റെ കുഴപ്പമാണ്. നല്ല അടി കിട്ടി കഴിയുമ്പം ദൈവഹിതമൊക്കെ അങ്ങ് മാറും. നമ്മുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ഒന്നും ദൈവത്തിന്റെ മണ്ടയ്ക്ക് വെച്ച് കെട്ടരുത് കേട്ടോ, വെച്ച് കെട്ടരുത്. ഇവിടെ എങ്ങനെയാ പറഞ്ഞറിയാമോ? ഉണ്ടോ ഭാരം ബലഹീനം, തുമ്പങ്ങളും അസംഖ്യം, രക്ഷകനല്ലോ സങ്കേതം, യേശുവോടറിയിക്കാം മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ, പോയി ചൊല്ലേശുവോടല്ല, ഉള്ളം കയ്യിൽ ഈശൻ കാക്കും, അങ്ങുണ്ടാശ്വാസമല്ല. ഉള്ളം കയ്യിൽ കാക്കുന്ന ഒരു ദൈവം. ബീച്ചാനാന്ന് തോന്നുന്നു അവിടെ നിന്ന് സൗണ്ട് വർക്ക് ചെയ്യുന്നത്. സന്തോഷം. പ്രിയപ്പെട്ടവനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം റീജന്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ്. ഞാൻ എപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം ചിലർ വിചാരിക്കും ഇവൻ ഇതേ പറയാനുള്ളൂ എന്ന് വിചാരിക്കും. ഞാൻ പറയും എന്താണെന്നറിയോ, ഈ 38 വർഷം കിടന്നവനില്ലേ, അവനോട് ഇത് ചോദിച്ചാൽ സൗഖ്യമാകാൻ മനസ്സുണ്ടോന്നാ ചോദിച്ചേ. ഇവന് മനസ്സുണ്ടെന്നും സൗഖ്യം വേണമെന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ആ ഒരു ചോദ്യം ചോദിച്ചേ. മനസ്സിലായി പറഞ്ഞേ? ആ ഒരു ചോദ്യത്തിന് ഒത്തിരി പ്രസക്തിയുണ്ട്. ഇവന് സൗഖ്യം വേണ്ടാത്തവനാണെന്ന് വിചാരിച്ച് ചോദിച്ചതല്ല. ചില കാര്യങ്ങൾ നിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. എങ്ങനെയുണ്ട് ഈ ആട്ടമല്ല അവിടെ. ഞാൻ ഓർക്കും, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ പോകാൻ ചോദിച്ചു, ഇവിടെ വരെ പോകും. എവിടെ പോകാം മാമ? ഇവിടെ വരെ പോവുക. വൈകിട്ടാണ് തിരിച്ചു വരുന്നത്. രാവിലെ പോയത് ഇവിടെ വരെ പോയതാ മാമ, ഇവിടെ വരെ പോയേ. നമുക്ക് പലതും ഉണ്ടല്ലോ, നമുക്കങ്ങോട്ട് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പറയാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തെങ്കിലും ഉണ്ടേ പറഞ്ഞോണം. നീ എന്തെങ്കിലും ഉണ്ടേ പറഞ്ഞോണം. ക്രൂശിൻ്റെ ചുവട്ടിലൊരു വിഷയം കൊണ്ടുവച്ചിട്ട് പിന്നെ തിരിച്ചു പോകാൻ പാടില്ല. എനിക്ക് ഈ വിഷയത്തിൽ ഞാൻ എടുത്ത പോയിന്റിൽ നിന്ന് സംസാരിച്ചിട്ടേ ഞാൻ ഇരിക്കൂ. എന്നാൽ നിങ്ങളിൽ ചിലരെങ്കിലും, എൻ്റെ വായിച്ചാൻ ഉൾപ്പെടെ ചിലരെങ്കിലും 2 പാട്ട് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ 1-2 പാട്ടുകളൊക്കെ പാടിയിട്ടേ ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കത്തുള്ളൂ കേട്ടോ. എന്നാൽ ആ പാട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുമുണ്ട്. സ്തോത്രം. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ, ഇനി അതങ്ങോട്ട് മാറ്റി വെക്കുക. വലിയ വിഷയങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ചിന്ത എന്തറിയോ, നമ്മൾ ആദ്യം ചെയ്യാമെന്ന മാക്സിമം പരിപാടിയെല്ലാം ചെയ്യും. എവിടെ കൊണ്ട് കാണിക്കാമോ അവരെ കൊണ്ട് കാണിക്കും. ഇനിയും ആരും അറിയാതെ ജോത്സനെ വരെ പോയി കണ്ടു കളയും നമ്മൾ. ജോത്സനെ അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കും. മറ്റേ അവിടെ വരുത്തുന്ന ഉള്ളി, ബുധൻ ശുക്രന് വന്നിട്ട് വെള്ളി ചൊവ്വായി വരുന്നതൊക്കെ പറയത്തില്ലേ, ആ പുള്ളിയുടെ കാര്യം. അവിടെയും വേണേ പോയി കാണും.
അവിടെയും പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പറയും, എനിക്ക് ഈ ഭൂമിയിലല്ല ആശ്രയം വേണ്ടത്, എനിക്ക് സ്വർഗത്തിലെ. അതൊരുമാതിരി പരിപാടിയാണ്. അത് ശരിയല്ല. നമ്മൾ എന്ന് ലോകത്തിന്റെ പരിപാടി മൊത്തം കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കുക, വിഷയത്തിന്റെ തുടക്കത്തിലെ അത് ദൈവത്തിന്റെ കൈ കൊണ്ടൊന്ന് കൊടുത്താൽ എന്താ പ്രശ്നം? വിഷയം തുടങ്ങുമ്പോഴേ കൊണ്ട് തമ്പുരാന്റെ കൈ കൊടുത്താൽ ഒരു കാര്യമുണ്ട്, ഈര് ചെവി അറിയാതെ ദൈവം അത് പരിഹരിക്കും. ഒരു മനുഷ്യന്റെ ചെവി പോലും അത് കിട്ടത്തില്ലെന്ന് ആരും അറിയത്തില്ല, തമ്പുരാന്റെ അടുത്ത് നിന്ന്. പക്ഷെ തമ്പുരാനെ മറച്ചു വെച്ച് ലോകത്തിൽ പരിഹരിച്ചിട്ട് ലോകം പരിഹരിക്കാതെ വരുമ്പോൾ തമ്പുരാന്റെ അടുത്ത് കൊണ്ടുപോയ തമ്പുരാൻ കൈ മലർത്തിട്ട് പറയും, ഞാൻ നിങ്ങളെ. അതത്രേ ഉള്ളൂ. സ്തോത്രം. അവിടെയല്ല ലോകത്തിന്റെ സ്നേഹം മാറും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളുടെ അത്രയും വലിയ പ്രാർത്ഥനാ മനുഷ്യനൊന്നുമല്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കെതിരെ അടച്ച ഒരു വഴിയും എനിക്ക് വേണ്ടി തുറക്കണ്ട. നിങ്ങളത് ഉൾക്കൊള്ളുമോ എനിക്കെന്നറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എനിക്കെതിരെ അടച്ച ഒരു വഴി പോലും എനിക്ക് വേണ്ടി തുറക്കണ്ട. മറിച്ച് ഞാനൊരു ചോദ്യം തിരിച്ച് ചോദിക്കും, ഒരപേക്ഷയാ, ഇതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പറ്റുമോ? ഹലോ, മനസ്സിലായോ നിങ്ങൾക്ക്? എടാ, അടച്ച വഴി അടച്ചവർ അതും കൊണ്ടങ്ങ് പോട്ടെ, അവരത് പൂട്ടി അതിന്റെ താക്കോലും കൊണ്ടങ്ങ് പോട്ടെ. നീ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ടെങ്കിൽ നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന്. അത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കും. അതാ പത്രോസിനോട് ചോദിച്ചു, എങ്ങനെ ഈ മത്സ്യം നിന്റെ ചൂണ്ടേ കുടുങ്ങി? കരവടയ്ക്കാൻ പൈസ ഇല്ല, പെട്ടുകിടക്കുന്ന പത്രോസിന്റെ അടുത്ത് എന്ന് ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ. പത്രോസ് അന്ന് ആ കടലിൽ ആയിരക്കണക്കിന് ചൂണ്ടയാ കിടക്കുന്നത്. ഈ മീൻ, എന്റെ ഭാവനെ പറഞ്ഞാൽ ഈ മത്സ്യം വന്ന് തപ്പി പത്രോസിനെ തിരക്കി വരുക. സ്തോത്രം. പത്രോസിന്റെ ചൂണ്ട തപ്പി വന്നാച്ചാ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്, തപ്പി വന്ന ആ ചൂണ്ട തന്നെയാ മത്സ്യം കൊളുത്തിയെ. അന്നേരവും പത്രോസ് അറിഞ്ഞില്ല ഇതിനകത്ത് എനിക്ക് വേണ്ടി കരുതി വെച്ച മറ്റൊന്നുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. അത് പത്രോസിന് അറിയത്തില്ലായിരുന്നു. പത്രോസ് ഈ മീനെയൊക്കെ പിടിച്ച് കരക്കി കയറ്റി ഡീസന്റ് ആയിട്ട് വീട്ടിൽ കൊണ്ടുപോയി. ഇതിനെ നെടുകെ പിടർന്നപ്പോൾ ഇതിനകത്തുനിന്ന് എന്താ കിട്ടിയെന്നറിയാമോ? പത്രോസിനോട് ചോദിക്കുക. പത്രോസ് അന്താളിച്ച് കാണും കേട്ടോ, ഇത് കണ്ടപ്പോൾ ഞെട്ടിക്കാണും. പത്രോസിനോട് ചോദിക്കുക. ഞാൻ പത്രോസിനോട് എന്ന് ചോദിച്ചു, നിനക്കിതെങ്ങനെ കിട്ടി? എടേ, നീ വരുന്നതിന് മുമ്പ് എത്രയോ മണിക്കൂർ കൊണ്ട് അവിടെ ചൂണ്ടയിട്ട് ഒരു കയ്പിനെ പോലും കിട്ടിയിട്ടില്ല, ഒരു കല്ലേമുട്ടിയെ പോലും കിട്ടാത്തവൻ കിടക്കുക അവിടെ. അന്നേരമാണ് ഇവന്റെ ചൂണ്ടയിൽ ഇത് കൊടുക്കുന്നത്. പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ ഒറ്റ മറുപടിയേ ഉള്ളൂ. ആ മറുപടിയെ നമുക്ക് ധിക്കരിക്കുവാനോ രണ്ടാമത് പോസ്റ്റ്മോർട്ടം ചെയ്യാനില്ല. പത്രോസ് എന്താ പറഞ്ഞതെന്ന് ഞാൻ പറയാം. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരുവന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ, വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ച് എന്നെയും നിന്നെയും വഴി നടത്തുമെന്ന്. എന്നിട്ട് പറയാ, എടാ, വാതിലുകൾ ഒരു പക്ഷെങ്കിൽ നിനക്കെതിരെ പലതും അടഞ്ഞു വരാം. ഇന്ന് രാത്രിയിൽ ഈ മാസത്തിന്റെ ഈ വെള്ളിയാഴ്ച എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിനക്കെതിരെ ഇനിയും പല വാതിലുകളും അടയും. നിനക്കെതിരെ ഇനിയും പല വാതിലുകളും അടയും. അത് ജോലിയാകാം, കുടുംബമാകാം, കുഞ്ഞുങ്ങളാകാം, പല വാതിലും അടയും. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, അടഞ്ഞ വാതിലിന്റെ പിന്നാലെ നീ പോകണ്ട, നിനക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ ദൈവം തുറക്കും. അങ്ങനെ പ്രാർത്ഥിക്കണം ദൈവത്തോട്. കർത്താവെ, തുറക്കുകയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു പുതിയ തുറക്ക്. പുതിയത് തുറന്നാൽ എന്താണെന്നറിയാമോ എന്റെ ഗുണം? ഇന്നേ വരെ ആരും അതുവഴി സഞ്ചരിച്ചിട്ടില്ല, ഇന്നേ വരെ ആരും അതുവഴി പോയിട്ടില്ല, ഇന്നേ വരെ ആരും ആ വാതിൽ തുറക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. അത് കാണിക്കാതിരുന്ന എന്താ അറിയാമോ? അത് നിനക്ക് വേണ്ടി വെച്ചിരുന്നതായതുകൊണ്ടാ. മനസ്സിലായോ? നിനക്ക് വേണ്ടി വെച്ചിരുന്നതായതുകൊണ്ടാ. അതുകൊണ്ട് കർത്താവിനോട് ഇങ്ങനെ വേണം, കർത്താവേ, കരുതുന്നവൻ നീയാണല്ലോ എനിക്ക് വേണ്ടി, എന്നെ വിളിച്ചവൻ നീയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നീ എന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ലല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി ആഴത്തിൽ വിശ്വസിക്കണം. നമ്മൾ ചുമ്മാതൊരു പാട്ട് കേട്ട ഒരുമാതിരിപ്പെട്ട പാട്ടുകൾ കേൾക്കാതിരിക്കുന്ന നല്ലത്. അത് പിന്നെ പോട്ടെ, ഞാനതങ്ങ് വിടുക. നമ്മൾ പലപ്പോഴും അർത്ഥം അറിയാതെ പാടും. നമ്മൾ കർത്താവെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ്? കർത്താവെ, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ. കർത്താവ് അറിയുന്നുണ്ട്, കർത്താവ് അറിയുന്നുണ്ട്. അറിയുന്ന കാര്യം നമ്മൾ ഇനി അറിയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കണ്ട. ഞാൻ എല്ലായിടത്തും ഒരു 200 പേജിന്റെ ബുക്ക് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഒരു 2.5 മണിക്കൂർ ഇരുന്ന് അങ്ങ് കരയണം. ഒരു 200 പേജിന്റെ ബുക്ക് എടുത്ത് വെച്ചിട്ട് 2.5 മണിക്കൂർ ഇരുന്ന് അങ്ങ് കരയണം. കരഞ്ഞു കഴിയുമ്പോൾ നിന്റെ വിഷയം തമ്പുരാൻ ഇതിനകത്ത് എഴുതിക്കോളും, നീ എഴുതണ്ട. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാ. വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ല? എടാ, എഴുതി വെച്ചൊന്നും പ്രാർത്ഥിക്കണ്ട. നിനക്ക് അറിയത്തില്ലായിരിക്കാം, ഒരുപക്ഷെ ഈ ഭാഷാശുദ്ധി ഇല്ലായിരിക്കാം, ഭാഷയുടെ ഒരു ഒഴുക്ക് കാണത്തില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാം, നിന്റെ ഒഴുക്കല്ല ഇവിടുത്തെ വിഷയം, നിന്റെ സമർപ്പണമാണ് നിന്റെ പ്രശ്നം.
എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവസന്നിധി കരഞ്ഞാൽ മതി, വിഷയങ്ങൾ തമ്പുരാൻ എഴുതി വെച്ചോളും. മറുപടി 1, 2, 3 പോലെ തരും. ഇന്ന് രാത്രിയിലും ഇവിടെ ഇരിപ്പുണ്ട് വിഷയത്തിന്റെ മുൻപിൽ പൊരുതിയിരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ ഈ വിഷയം എടുത്ത് ദൈവത്തിന്റെ സന്നിധി വെക്കണം. ചിലരൊക്കെ പറയും, ഇവിടെ നമ്മൾ സഭായത്തിന് വരുമ്പോൾ വിഷയവും ചുമ്മിക്കൊണ്ട് വരും ദൈവസന്നിധി, തിരിച്ചു പോകുമ്പോൾ അതും എടുത്തുകൊണ്ട് പോകും. അയ്യോടി, ഇതെന്തിനാ കൊണ്ടുപോന്നേ? കുരിശിന്റെ ചോട്ടി വിഷയം ഇട്ടാൽ പിന്നെ അത് വലിച്ചോണ്ട് പോകരുത്. അത് അവിടെ ഇട്ടേക്കണം, അത് അവിടെ ഉപേക്ഷിച്ചേക്കണം, പിന്നെ അതിന്റെ പിന്നാലെ പോകരുത്. അതാ പഠിപ്പിച്ചിരിക്കുന്ന. അങ്ങനെ നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, തിരിച്ചു പോകുമ്പോൾ എടുത്തോണ്ട് പോക്കണം. അങ്ങനെ വല്ലതും ഉണ്ടോ? നിന്റെ ഭാരം എൻ്റെ മേലിട്ടോ, ഞാൻ നിന്നെ പുലർത്തും. അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചെന്തിനാ പിന്നെ എടുക്കുന്നേ? പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം അതാ. ചെറുതുപോലും വലുതുപോലും നമ്മൾ ചില വിഷയത്തിൻ്റെ മേൽ അതും കൊണ്ട് അങ്ങ് പോവാ. നമ്മൾ ആ വിഷയത്തിൻ്റെ മേൽ അതുകൊണ്ട് അങ്ങ് പോവാ. എന്നാൽ നമ്മളോട് ദൈവം തമ്പുരാൻ പറഞ്ഞൊരു കാര്യം എന്തറിയോ? ഞാൻ ഒരിക്കലും നിന്നെ മറക്കാത്ത ഒരു സ്നേഹിതനാ, ഞാൻ നിന്റെ നല്ലൊരു സ്നേഹിതനാ. ആ ഒരു പഴയ ഗാനം ടി കെ ശമൂൽ സാർ എഴുതി ഞാൻ ഇങ്ങനെ പാടാനായിട്ട് താല്പര്യപ്പെടുക. ഭാരങ്ങൾ ഏറുമീ പാരിൽ നാൾ തോറും എൻ്റെ ഭാരം ചുമക്കുന്ന കർത്തനാണ് നീ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനമാണ്. സന്തോഷം. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും. ഈ പാട്ടൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം പാടിയിട്ടുണ്ട്. പക്ഷേ ഈ പാട്ടിൽ നമ്മളെ നന്നായിട്ടൊന്ന് പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അറിയാം, ഈ നിത്യതയോളവും സത്യ കൂട്ടാളിയായി ക്രിസ്തനല്ലാതെ ആരുമില്ല ഈ ഭൂവിൽ. ഇന്നലെ വരെ വിശ്വസിച്ചത് പലത് കാണും. അവസാനത്തെ മണ്ണ് വാരിയിടുമ്പോഴും കുടുംബം കാണും കൂടെ. പക്ഷെ അതിട്ട് കഴിഞ്ഞ് മേളി വിരിച്ച ഷീറ്റ് അഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അന്ന് നീ മാത്രമാ. അത് ഇന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അന്ന് നമ്മൾ മാത്രമാ കുഴിമാടത്തിൽ ശേഷിക്കുന്നേ, ആരുമില്ല. ഈ നഷ്ടങ്ങളുടെ ഒരു വലിയ കണക്ക് നമുക്ക് പറയാൻ നിൽക്കുമ്പോഴാ പാട്ടുകാരൻ ഇവിടെ പറയാണ്, നിത്യതയോളവും സത്യ കൂട്ടാളിയായി നീ അല്ലാതെ ആരുമില്ലെന്ന് എനിക്കറിയാം. എന്നിട്ട് തുറന്ന് സമ്മതിക്കുകയാണ്, എനിക്കറിയാം കർത്താവേ, മൃത്യുവിനാൽ എത്ര മിത്രങ്ങളായാലും ഒരു മരണം കൊണ്ട് മാറിപ്പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അറിയാതെ പലരെയും അങ്ങ് അറിയാതെ വിശ്വസിച്ചു പോകുന്നതാ. അതുകൊണ്ടാ ഭക്തരോട് പറഞ്ഞേ, മാറാത്ത സ്നേഹിതനാണ് അങ്ങ്, മാറാത്ത സ്നേഹിതനാ അങ്ങ്. എന്നിട്ട് അവസാനത്തെ ചരണം എങ്ങനെയാ? ആകെ ഇളകിടും ലോകം ആകെ ഇളകിടും, ആ വേളകൾ മുഴുവൻ ഭീകരമാകും. അങ്ങനെ വരുമ്പോഴും ഞാൻ ഹല്ലേലൂയ പാടി അങ്ങയുടെ സന്നിധിയിൽ മോദിക്കും. ഒരു പാട്ടൊക്കെ എഴുതി വെച്ച് നമ്മൾ ചുമ്മാതെ അങ്ങ് പാടി അങ്ങ് പോകില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ഒത്തിരി പാടിയിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷെ എന്നെ വല്ലാതെ ആ കുടുംബ പ്രാർത്ഥനയിൽ അവർ പാടി ആ കുടുംബ പ്രാർത്ഥന പാടുകയാണ്. ശ്രേഷ്ഠമേറും നാട്ടിൽ എൻ്റെ വാസമാക്കുവാൻ ശോഭയേറും വീടനിക്കൊരുക്കിടുന്നവൻ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി അത് കഴിഞ്ഞ് പാടുകയാണ്. എന്നു തീരും എൻ്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്നു തീരുമെൻ്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ, അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ, എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യം. സത്യത്തിൽ നിങ്ങൾ ഈ പാട്ട് പണ്ട് പാടിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ പാടിയപ്പോൾ നിങ്ങളുടെ കാതിന് ഭയങ്കര ഇമ്പമായിരുന്നില്ലേ? പക്ഷേ ഒരമണിക്കൂർ ഇരുന്നൊന്ന് പാടണം. ശ്രേഷ്ഠമേറും നാട്ടിൽ എൻ്റെ വാസമാക്കുവാൻ ഒരു വീടെന്നല്ല, ശോഭേറും വീട് എനിക്കൊരുക്കിടുന്നവൻ.
എന്തിനാ ഒത്തിരി പ്രസംഗം കേൾക്കുന്നേ? എന്തിനാ ഒത്തിരി പാട്ട് പാടുന്നേ? എന്നിട്ട് പറയാ, എനിക്ക് വേണ്ടി ശോഭയേർന്ന ഒരു വീട് ഒരുക്കുന്നവൻ. എന്നിട്ട് പറയാണ്, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം. ഇതിൽ കൂടുതൽ എന്താ പ്രിയ ദൈവമക്കളെ ദൈവം നമുക്ക് തരണ്ടേ? ഇതിനപ്പുറത്തൊരു ഓഫർ എന്താ ദൈവം നമുക്ക് തരണ്ടേ? നമുക്ക് പിന്നെ ഒരു ധാരണയുണ്ട്, കർത്താവ് വിളിച്ച് നേരെ സ്വർഗത്തിലോട്ട് നെടാപിടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറുന്നു. അല്ല, ഒരു നീതിയുള്ള ജഡ്ജിയുടെ മുമ്പിൽ ഒരു നിപ്പുണ്ട്. നട്ടല് വളയ്ക്കാതെ ഒരു നിപ്പ് നിൽക്കണം. അവിടെ ഒരു നിപ്പുണ്ട്. അത് കഴിഞ്ഞ് കാര്യങ്ങൾക്ക് അവിടെ ഒരു തീരുമാനമായിട്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് തീരുമാനിക്കും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു ധാരണയുണ്ട്, കർത്താവേ ആ സ്വച്ഛസ്ഫടിക തങ്കത്തുല്യം അവിടെ കിടക്കട്ടെ. അവിടെ വരെ പോകുന്നതിന് മുമ്പുള്ള പടിയാണ് ഞാൻ പറഞ്ഞേ. ആദ്യം ചില വിഷയങ്ങൾക്ക് ക്രമീകരണം വരുത്തണം. ക്രമീകരണം വരുത്തിയ ഒരു യാത്ര ഉറപ്പാക്കിയാൽ അവിടെ ചെന്ന് ചില വിഷയങ്ങൾക്ക് ഉത്തരം കൂടെ നൽകിയാൽ അങ്ങോട്ട് കയറാം. അല്ലാതെ ഓടിപ്പിടിച്ച് അങ്ങോട്ട് കയറാമെന്ന് ഞാനും വിചാരിക്കേണ്ട, നിങ്ങൾ ആരും വിചാരിക്കേണ്ട. പക്ഷെ ഭക്തൻ എഴുതി വെച്ചു, ശ്രേഷ്ഠമേറും നാട്ടിൽ എൻ്റെ വാസം ഒരുക്കുവാൻ എനിക്കൊരു വീട് ഒരുക്കിയിട്ടുണ്ട്. ശരിയാ, ആ വീടിനകത്ത് താമസിക്കണമെങ്കിൽ ചില ഫോർമാലിറ്റീസ് ഉണ്ട്, അത് പാലിക്കണം നമ്മൾ. സ്തോത്രം. ഞാൻ ആ വിഷയം അങ്ങ് വിടുക. ഞാൻ ആ മാറാത്ത സ്നേഹിതൻ ഒരു 4 വരി ദൈവനാമത്തിന്റെ മഹത്വത്തിനോട് പാടാം. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എന്നോട് കൂടെ ചേർന്ന് പാടണം. ഇതൊരു സഭായോഗമാണെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിച്ച് നമ്മൾ പാടുകയുള്ളൂ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ ഒരു സഭയെ കാണുമ്പോൾ വളരെ സന്തോഷം. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നുണ്ട്. ആ സഭയ്ക്ക് അതിൻ്റെതായ അടുക്കും ചിട്ടയും എല്ലാ സഭയ്ക്കും വേണം കേട്ടോ. അതിവിടെ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ചിലടത്ത് അടുക്കും ചിട്ട ഒന്നുമില്ല. അടുക്കും ചിട്ട ഇല്ലാത്തവരെ ദൈവത്തിന് പോലും ഇഷ്ടമല്ല. മനുഷ്യരവിടെ കിടക്കട്ടെ, ദൈവത്തിന് പോലും എല്ലാ ചന്തവും ഉചിതമായിട്ടും വേണമെന്നാണ്. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. പോട്ടെ, ആ ഗാനത്തിന്റെ ഒരു 4 വരി പാടാൻ പോകുക. നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതെ എല്ലാരും ഈ ഭൂമിയിൽ. നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതെ എല്ലാരും ഈ ഭൂമിയിൽ. മൃത്യുവിനാൽ മാറുമത്ര മിത്രമായാലും മധ്യരല്ല. മൃത്യുവിനാൽ മാറുമത്ര മിത്രമായാലും മർത്യരല്ല. മാറാത്ത സ്നേഹിതൻ മനുവൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പാരിടമാകവേ മാറിടും നേരവും ചാരിടൻ തൻ തിരു മാറിടമാ. ഭാരങ്ങളേറുമീ പാരിൽ നാൾ തോറുമൻ ഭാരം ചുമന്നിടും കർത്തനാണേശുതാൻ. ഭാരങ്ങളേറുമീ പാരിൽ നാൾ തോറുമൻ ഭാരം ചുമന്നിടും കർത്തനാണേശുതാൻ. ആത്മപ്രിയൻ നല്ലിടയൻ ആർദ്രതയെന്നേ പിന്തുടരും. ആത്മപ്രിയൻ നല്ലിടയൻ ആർദ്രതയെന്നേ പിന്തുടരും. മാറാത്ത സ്നേഹിതൻ മാറിടം ചാരിടും ഞാൻ ദിനവും. പാരിടമാകവേ മാറിടും നേരവും ചാരിടൻ തൻ തിരു മാറിടമാ. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പാരിടമാകവേ മാറിടും നേരവും ചാരിടൻ തൻ തിരു മാറിടമാ. ചാരുവാൻ പറ്റിയൊരു മാറിടം. അത് ഞാൻ ഇച്ചിരി കൂടെ ഉറപ്പിച്ച എവിടെയാണെന്നറിയാമോ? ഞാൻ അല്പം കൂടെ ഉറപ്പിച്ചത് എവിടെയാണെന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞ ആ മനുഷ്യനെ കാണാൻ വേണ്ടി സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ട് കൊളക്കരയിൽ ചെന്നിട്ട് അവനോട് ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. ഇവ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആ വിഷയത്തിൽ പോകുന്നില്ല. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ അടുത്ത് വന്നിട്ട് അപ്പം പോകുന്ന കാര്യമെല്ലാം സംസാരിച്ചു. നീ വീട്ടിൽ പോകണം പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും അവൻ ചോദിച്ചു, വെള്ളത്തിൽ
വെള്ളത്തിൽ ഇറങ്ങണ്ടായോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു തമ്പുരാൻ എന്നോട് പറയുന്നത് അറിയാമോ? എടാ പൊന്നുമോനെ, നീ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് രക്ഷപ്പെടാനായിരുന്നെങ്കിൽ ഞാൻ വരണ്ടായിരുന്നല്ലോ. ഹലോ, വെള്ളത്തിലിറങ്ങിയ ഒരു സൗഖ്യമായിരുന്നു നിനക്ക് വേണ്ടിയിരുന്നെങ്കിൽ ഞാൻ വരണ്ടായിരുന്നു. ഞാൻ വന്നത് നിന്നെ എങ്ങനെ വെള്ളത്തിൽ ഇറക്കാതെ രക്ഷപ്പെടുത്തിക്കാമെന്നുള്ള എൻ്റെ പ്രശ്നം. മനസ്സിലായോ? ഇന്ന് രാത്രിയിൽ നീ ചില കുഴി ചെന്ന് ചാടുന്നതിന് മുമ്പ് ഒരു പക്ഷെങ്കിൽ അവസാനത്തെ വരവായിരിക്കാം ഇത്. നാളെ ഈ ശബ്ദം കേൾക്കാൻ ഒരു പക്ഷെങ്കിൽ സാധിച്ചില്ലെന്ന് വരാം. അതുകൊണ്ടാ പറഞ്ഞത്, എൻ്റെ പൊന്നുമോനെ, നീ ഈ കുഴി വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാനാ ഞാൻ ഇവിടെ വന്നേ. നിന്നെ വെള്ളത്തിലിറക്കി ഒരു സൗഖ്യം തരാനായിരുന്നെങ്കിൽ ഞാനൊരു ദൂതനെ നിനക്ക് വേണ്ടി അയച്ചാൽ മതിയായിരുന്നു. സ്തോത്രം. അപ്പൊ അവനെ ഗൗരവം പിടികെട്ടി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇവൻ തമ്പുരാനെ കെട്ടി അങ്ങ് പിടിച്ചു കാണും. എൻ്റെ ഭാവനയിൽ തമ്പുരാനെ അങ്ങ് കെട്ടിപ്പിടിച്ചു കാണും. എൻ്റെ ദൈവം ഇവനെ അങ്ങ് മാറോട് ചേർത്ത് കാണും. ഇവൻ ഒത്തിരി കരഞ്ഞു കാണും. ഇവൻ ഒത്തിരി കരഞ്ഞച്ചാ ഇവൻ്റെ കണ്ണുനീരുണ്ടല്ലോ എൻ്റെ തമ്പുരാൻ്റെ മാറത്തൂടി ഒഴുകിയപ്പോൾ ആ കണ്ണുനീരിൻ്റെ ചൂട് തമ്പുരാന് മനസ്സിലായി. അപ്പം ഇവൻ തമ്പുരാനോട് ചോദിച്ചു, നീ ഒത്തിരി എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ? നീ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം യേശു കർത്താവ് പറഞ്ഞ മറുപടി എന്താ അറിയാവോ? നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാ നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇവിടെ വന്നേ. നിനക്കൊരു വിടുതൽ തരാൻ വേണ്ടി മാത്രമാ ഞാൻ ഇവിടെ വരെ വന്നേ. നിന്റെ കണ്ണുനീരിന്റെ ചൂട് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്കൊരു വിടുതലിന് വേണ്ടിയാ നിന്നെ ദൈവം ഇന്ന് രാത്രിയിലും ഇവിടെ കൊണ്ടുവന്നേ. ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചത് പോലും നിന്റെ വിടുതലിന് സ്വർഗം കാണണം. സ്വർഗം കാണണം, പോരാ, ലോകം കാണണം. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന പലരും വേദനയോടുകൂടി പ്രയാസത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. ദൈവാത്മാവ് പറയാ, എല്ലാരും ഇറങ്ങിയ വെള്ളത്തിൽ ഇറക്കാനല്ല ദൈവം ഇവിടെ നിന്നെ കൊണ്ടുവന്നത്. എല്ലാരും കണ്ടത് കാണിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. എല്ലാരും കേട്ടത് കേൾക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ആരും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ആർക്കും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില പുതിയത് തരാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പുതിയത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പുതിയത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. കർത്താവിനോട് പറയേണ്ടത് ഇത് തന്നെ, കർത്താവേ, എല്ലാവർക്കും കൊടുത്തത് എനിക്ക് വേണ്ട. എല്ലാവർക്കും കൊടുത്തത്, എല്ലാവരും കണ്ടത്, എല്ലാവരും കേട്ടത്, എൻ്റെ വായിൽ അവൻ പുതിയൊരു, അതെൻ്റെ ദൈവത്തിന് എന്നേക്കും. അപ്പം പുതിയത് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. നമ്മൾ എന്നും ഇന്ന് ഇവിടെ വന്നിട്ട് കുറച്ചു നേരം കൈകൊട്ടി നമുക്കൊരു ധാരണയുണ്ട്. ഈ പാട്ട് പാടി ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇവിടുത്തെ രണ്ട് സഹോദരന്മാർ നന്നായിട്ട് പാടി, നല്ല നല്ല അന്തരീക്ഷമാണ്. ദൈവം ആ സഹോദരങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ വാതിൽ കടക്കുമ്പോഴേ ദൈവത്തിന് ആരാധന കൊടുത്താൽ അങ്ങോട്ട് കയറുന്നത്. നമുക്കൊരു ധാരണയുണ്ട്, പാട്ട് പാടുമ്പോൾ മാത്രമേ ഉള്ളൂ ആരാധന വരുന്നത്. നീ ഇതിനകത്ത് കയറി ഇരുന്ന് ഇവിടുന്ന് ഇറങ്ങുന്നിടം വരെ ദൈവത്തിന് ആരാധന കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു സ്തോത്രവും സ്തുതിയും മുഴുവൻ ആരാധനയാണ്. ഇടയ്ക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകത ഒന്നുമില്ല കേട്ടോ. ഇവിടെ കയറുമ്പോൾ മുതൽ സ്തുതിയും സ്തോത്രവുമാ. ദൈവത്തിന് അതാ വേണ്ടത്. ദൈവത്തിന് അതാ വേണ്ടത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മുടെ മറ്റൊന്നും ദൈവം പ്രതീക്ഷിച്ചില്ല, നമ്മുടെ സ്തോത്രവും സ്തുതിയും മാത്രം. പിന്നെ പണ്ടാരാണ്ട് പ്രസംഗിച്ച ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം ആരാധനയിൽ കൊതിയനാന്ന്. വലിയ കൊതിയൊന്നും പുള്ളിക്കില്ല, അങ്ങനെയുള്ളതായിട്ട് എനിക്ക് അറിയത്തുമില്ല. ആരാധനയ്ക്ക് കൊതിയൊന്നും ദൈവത്തിനില്ല. നമ്മൾ ആരാധിച്ചില്ലേലും 24 മണിക്കൂറും ദൂതന്മാർ അവിടെ കിടന്ന് തകർത്തോണ്ടിരിക്കുക. അന്നേരമാണോ 4, 3, 7, 3, 10 പേരുടെ കാര്യം? ഒന്നുമില്ല. പിന്നെ നിനക്കും എനിക്കും എന്തെങ്കിലും വേണമെങ്കിൽ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നിക്കുന്നുണ്ടല്ലേ? ചിലക്കൊരു ധാരണ ഉണ്ട്, ഞാനുണ്ടല്ലേ എല്ലാം, ഞാൻ ഏതാണ്ടാണ്, അങ്ങനെ തോന്നൽ അവരവർക്ക് മാത്രം മതി. ഞാൻ ഈ ബാബുച്ചാൻ്റെ അടുത്ത് ഞെളിഞ്ഞ്, നിങ്ങളുടെ അടുത്ത് ഞാൻ ഞെളിഞ്ഞിട്ട് എന്നാ ഗുണമാണ് നിങ്ങളൊന്ന് ആലോചിച്ച്. ആര് നിൽക്കുമെന്നാ? ലാസ്റ്റ് ബാബുച്ചാനും കാണും, സന്തോഷാനും കാണും, ബാക്കി നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകും. അവൻ കിടന്നങ്ങ് എളിയുമല്ലയോ. എന്നെ ഞെളിച്ചിൽ ആർക്കാ കാണണ്ടേ? ഇനി നിങ്ങളുടെ ആർക്കാ കാണണ്ടേ? ഇല്ല. ഉറച്ചു നിന്നാൽ പിന്നെ ഈ ബെഡായി അടിക്കുന്നത്. മേപ്പോട്ടെടുത്ത ശ്വാസം കീപ്പോട്ട് പോണെങ്കിൽ ദൈവം തമ്പുരാൻ വിചാരിക്കണം. ഇതൊക്കെ കയ്യിൽ, ഇതൊക്കെ നമ്മൾ വെച്ചോണ്ട് വേണം നമ്മൾ ഈ പെരുമാറാൻ മറ്റുള്ളവരോട് കേട്ടോ. നമുക്ക് പിണക്കവും വിദ്വേഷവും പരിഭവവും ഒക്കെ പലരോട് കാണുമായിരിക്കും. അച്ഛാ, അതൊക്കെ ഒരു വാക്കിന്റെ പുറത്ത് തീർത്ത് ദൂരെ കളയണമെന്ന്. നമുക്ക് അതിൻ്റെ ഒന്ന് പുറകെ നടക്കാൻ സമയമില്ല. നമുക്കതിന്റെ പുറകെ നടക്കാൻ സമയമില്ല. എന്നെ സംബന്ധിച്ച് എത്രയോ പേരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എത്രയോ പേര് വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എനിക്കിതിന്റെ പുറകിന് പോകാൻ സമയമില്ലെന്ന്. അവരെന്തോന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. വിളിച്ച ദൈവൻ വിശ്വസ്തൻ, വഴിയിൽ അലഞ്ഞു പോകുവാൻ സമ്മതിക്കാത്തവൻ. എന്നിട്ട് പറയുക, വരികയില്ല, അവൻ എന്നെ പിരികയില്ല. എവിടെ എനിക്ക് അനർത്ഥം വരാൻ അവൻ സമ്മതിക്കത്തില്ല, അവൻ എന്നെ വിട്ടു പോകത്തുമില്ല.
സ്തോത്രം. ഇന്ന് രാത്രി ആഴത്തിൽ വിശ്വസിക്കണം, ആഴത്തിൽ വിശ്വസിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, ഉന്നത ഭാവവും നികളവും എനിക്ക് തരരുത് എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്നെ ആത്മാവിനാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യം കർത്താവിനോട് പറഞ്ഞ: കർത്താവേ, എൻ്റെ അഹങ്കാരം ഇച്ചിരി ഒന്ന് കുറച്ച് തരണം. സ്തോത്രം. പ്രത്യേകിച്ച് ആരെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, നിലത്തും താഴെയല്ല. പണ്ട് ഞാൻ കഴിഞ്ഞ മാസം മറ്റൊരു രാജ്യത്ത് ഞാൻ ഇങ്ങനെ പോയപ്പോൾ എൻ്റെ ഒരു അച്ചാരി ഇങ്ങോട്ട് സഭായത്തിന് കയറി വരിക. പുള്ളി കയറി വന്നപ്പോൾ ഈ ആന കരിമ്പുംകാട്ടിൽ നിന്ന് വരുന്ന പോലെ കിലുകിലിക്ക് മൊത്തം താക്കോല ഇവിടെ മൊത്തം. എടാ, ഇവ സഭായത്തിന് ഇങ്ങനെ വരുന്നത് ഇത്രയും താക്കോലും കൊണ്ട് വരുന്നത്? ഉള്ള വണ്ടിയുടെ മുഴുവൻ താക്കോലും ഈ കിത്താപ്പയെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ തൂക്കിയിട്ടിരിക്കാം. വീട്ടിലുള്ള വണ്ടിയുടെ മുഴുവൻ താക്കോല്. നിങ്ങൾ വിദേശത്ത് ഈ പ്രത്യേകിച്ച് അമേരിക്കൻ കാനഡയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അറിയാം, അവിടുത്തെ എല്ലാവരും ഈ താക്കോൽ വിടാത്ത. അതിനകത്ത് തെറ്റൊന്നുമില്ല, തെറ്റൊന്നുമില്ല, തൂക്കിയിട്ടോട്ടെ. പക്ഷേ ഒരു താക്കോലും ഉണ്ടെന്നാ പോരെ? ഒരു വണ്ടിയിലല്ലേ വന്നേ? അതവിടെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് ഇങ്ങോട്ട് കയറി വരും. സഭായോ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഈ പുള്ളി വന്ന് ഇവിടെ കിലുക്കി ഒരു ഇവിടുന്ന് പുള്ളി ആ കഥവ് തുറന്ന് പോകുന്നതിന് വരെ അങ്ങ് കിലുക്കവാ. ഇവിടെ ആരെ കേൾപ്പിക്കാനാ ഇത്? ഇതാർക്കായി കിലുക്കം കേൾക്കണ്ടേ? എന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എല്ലാം കാണുക ഇല്ല, അങ്ങോട്ട് നോക്കിയാ ഞെക്ക് റിമോട്ട് തുറക്കും. വണ്ടി തുറക്കുന്ന അവിടെ അല്ല, അവിടെ സ്റ്റാർട്ടാവും. ഇവന് തന്നെ സുബോധം നഷ്ടപ്പെട്ട അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഇല്ല അങ്ങോട്ട് ഞെക്കി ആ കാര്യം നടക്കുമോ? അപ്പൊ ആ പുള്ളിക്ക് തന്നെ പുള്ളി എല്ലാവരും കാണും. അപ്പൊ അമ്മാമ്മ പറഞ്ഞു: അച്ഛാ അവിടെ വേണ്ട, അവിടെ സ്റ്റാർട്ടായിരുന്നു വണ്ടി. എന്തിനാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാർക്കാകാണ്ട്? ഞാൻ എപ്പോഴും പറയും, ദൈവമക്കൾ ഏറ്റവും നല്ല വണ്ടിയെ പോകണം, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം, ഇതെല്ലാം വേണം. പക്ഷെ ഒത്തിരി അങ്ങ് ഞെളിയരുത്. ഇതൊക്കെ തന്നത് ദൈവമാണെന്നുള്ളൊരു ഓർമ്മ വേണം. ഇത് BMW, ബെൻസോ, ജാഗ്വാർ എന്തോ വേണമെങ്കിലും മേടിച്ചോ, ഇതിനകത്തൊക്കെ യാത്ര ചെയ്യണം. കർത്താവിനെ അറിഞ്ഞിട്ട് നമ്മൾ നാണം കെട്ടവരാന്ന് ലോകം പറഞ്ഞാണ്ടല്ലോ. ദൈവത്തിനാണ് നാണം കേട്. സോ ഇവൻ നമ്മളിങ്ങനെ വായി നോക്കുകയാണെങ്കിൽ കർത്താവ് നാട്ടുകാർ പറയും: ഇറങ്ങിയതാ പുത്തം എടുത്തു നാണ്ട് കിടക്കുന്നു. ദൈവത്തിന് നാണം കേടാണ്ട്. അല്ല, നിന്റെ കയ്യിലിരിപ്പ് എൻ്റെ കയ്യിലിരിപ്പ് ശരിയായിട്ടല്ല. കയ്യിലിരിപ്പ് ശരിയായിട്ടല്ല BMW തന്നതെന്ന് ഓർത്തോണം കേട്ടോ. തന്നത് ഒരു ഔദാര്യം അങ്ങ് തന്ന. എന്തായാലും എൻ്റെ പുസ്തകം അവനൊന്ന് എടുത്തല്ലോ, നീ കൊണ്ടുപയോഗിച്ചോ. പക്ഷെ ഇതിനകത്ത് പോകുമ്പോൾ ഒരു AC ഇട്ടോ കൊരട്ടിയിരിപ്പ്. പാവപ്പെട്ടവനോട് ഇപ്പോൾ അവനെ കയറ്റി അടുത്ത ജംഗ്ഷനിൽ ഇറക്കാനുള്ളൊരു മര്യാദ കാണിക്കണം. നല്ല കാര്യമാണ് അതൊക്കെ, ഞാൻ ഈ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്തേച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ജീവിതത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് പകലും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ അവസാനം നമ്മുടെ ജീവിതത്തിൽ ഒരു മരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ നീണ്ടു നടന്ന് ഓടി നടന്ന മനുഷ്യനല്ലേ ഈ ഉള്ള റിമോട്ടും എല്ലാം പിടിച്ചു നടന്ന. അതേണ്ട കൈയും കൂട്ടിക്കെട്ടി കാലും കൂട്ടിക്കെട്ടി പഞ്ഞിയും വെച്ചൊരൊറ്റ കിടപ്പാ. ഇവിടെ കിടക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് പാട്ടുകാർ പാടുന്നു, അഭിഷക്തന്മാർ സ്റ്റേജിൽ ഇരിക്കുന്നു. ഇതെല്ലാം ഇരിക്കുമ്പം ഇവിടെ നിന്ന് ഒരാൾ സാക്ഷി പറയാ: നമ്മുടെ ആ ചായൻ സഭയ്ക്ക് ഒരു വലിയ വലിയ അനുഗ്രഹമായിരുന്നു. അന്നേരം സഭക്കാർ തന്നെ വിചാരിക്കും, ഇയാൾ എന്നാടേ ഈ പറയുന്നത്? ഇനി ഈ ഒരു സ്വസ്ഥത തന്നിട്ടുള്ള മനുഷ്യനല്ല. നീ മരിച്ചാൽ സഭ പറയണം, ഞങ്ങളുടെ അച്ചായൻ പോയത് സഭയ്ക്കൊരു വലിയ വിടവാന്ന് പറയണം. സഭയ്ക്ക് നികത്താൻ പറ്റാത്ത ഒരു വിടവാന്ന് പറഞ്ഞാൽ നീ ഏതാണ്ടായിരുന്നുവെന്ന് ഞാൻ സമ്മതിക്കാം. അല്ലാതെ ചുമ്മാതെ വിടുന്ന് പറഞ്ഞു എത്ര അനുഗ്രഹമായിരുന്നു ഈ പുള്ളിയെക്കുറിച്ച് ഇങ്ങനെ ഘോരഘോരം പറഞ്ഞു കഴിയുമ്പോൾ ആൻറ്റി ചോദിക്കും, ഡാഡിയെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്? സ്വാഭാവികമായിട്ട് ചോദിക്കും. കാരണം അവരിതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ പുള്ളി ഇത്രയും വലിയ നല്ല മനുഷ്യനായിരുന്നൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അർത്ഥം ഉണ്ടാക്കണം കേട്ടോ. എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കണം. ഒന്നുമല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടേ പോകാവൂ. അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിൽ ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ തലമുറകളെങ്കിലും എന്തെങ്കിലും പഠിക്കണം. ഞാൻ അത്രയും പറഞ്ഞ് ആ വിഷയം വിടുക. ഒരു ഗാനം കൂടി, മഹാകവി KV സൈമൺ സാറിൻ്റെ ഒരു പഴയ പാട്ട് ഞാൻ ദൈവനാമത്തിൻ്റെ മഹത്വം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണ്. അമ്പയർശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്നതാൾ. ഞാൻ ഒത്തിരി നാളായിട്ട് നോക്കിയിരിക്കുക, പ്രിയനെ നീ എന്നാ വരുന്നേ? സന്തോഷ ശരിക്കും വായിച്ചു തരണം എനിക്ക് കേട്ടോ. അമ്പനെ നീ എന്നാ വരുന്നേ? രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ. എന്നിട്ട് പറയാ, സഭയെ നോക്കി പറയാ, കനകവും മുത്തുരത്നവും ഇവൾ അണിഞ്ഞില്ലെങ്കിലും സുമുഖിയാണ്, മനോഹരിയാണ് എൻ്റെ കാന്ത. വേണ്ടേ ഈ സഭയെക്കുറിച്ച്, ഈ സഭയാകുന്ന മണവാട്ടി. ഇനി അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പഴയ പാട്ടുണ്ട്. കാൽവറി ഈ ക്രൂശിൽ മരണം ആസ്വദിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ച ഒരു നിത്യതയുണ്ട്. ക്രൂശ് മരണം നടന്നുകൊണ്ട് നമുക്ക് ലഭിച്ച ഒരു രക്ഷയുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ക്രൂശ് മരണം നടന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു രക്ഷ സംഭവിക്കില്ലായിരുന്നു. സ്തോത്രം സ്തോത്രം. ക്രൂശ് മരണം നടന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു രക്ഷ നമുക്ക് സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആലോചിക്കണം. അപ്പം നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ അനുഭവിച്ച വേദന ചെറുതാണോ എന്ന് ചിന്തിക്കണം.
ഞാൻ ആ വേദനയെക്കുറിച്ച് നിങ്ങളോട് പറയാം. ഞാൻ ഈ ഗാനത്തിൻ്റെ ചില ഈരടികൾ ഞാൻ പാടുവാനായിട്ട് താല്പര്യപ്പെടുന്നു. മനോഹരമായൊരു പഴയ ഗാനമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അമ്പയറൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പയറൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പയറൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പര വരുന്ന നാൾ എന്തും മനോഹരം അമ്പര വരുന്ന നാടെന്തും മനോഹരം അമ്പയറൂശലേം തന്മണവാളനും വേണ്ടിയലങ്കരിച്ചുള്ളൊരു മണവാട്ടെ തന്നയെ കന്യക തന്മണവാളനും വേണ്ടിയലങ്കരിച്ചുള്ളൊരു മണവാട്ടെ തന്നയെ കന്യക അമ്പയറൂശലേം രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ ഗരി സദാ സരി സദാ പദ സദ പഗ രി ഗരി ഗ സരി ഗരി ഗ പഗ പദ പദ സദ സരി ഗരി ഗ പഗ രി ഗ സ രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും കനകവും മുത്തുരത്നം ഇവയണിയില്ലെങ്കിലും കനകവും മുത്തുരത്നം ഇവയണിയില്ലെങ്കിലും കനകവും മുത്തുരത്നം ഇവയണിയില്ലെങ്കിലും കനകവും മുത്തുരത്നം ഇവയണിയില്ലെങ്കിലും സുമുഖിയം ഇവൾ ഖണ്ഡം ബഹുരമണീയമാം സുമുഖിയം ഇവൾ ഖണ്ഡം ബഹുരമണീയമാം അമ്പയറൂശലേം അമ്പരിൻ കാഴ്ചയിൽ
അമ്പയറൂസലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പര വരുന്ന നാൾ എന്തും മനോഹരം, അമ്പര വരുന്ന നാളെന്തു മനോഹരം. അമ്പയറൂസലേം ഞാൻ വേഗം ആ വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. സ്തോത്രം. അതിൻ്റെ ആ മേളത്തെ നമ്മൾ ഇനി വായിക്കേണ്ട 3-ാം വാക്യം മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ, ഒരിക്കൽ പത്രോസും യോഹന്നാനും കൂടെ എവിടെ പോയി? സുന്ദരമെന്ന ദേവാലയം. സ്തോത്രം. അതിൻ്റെ അവർ സ്ഥിരമായിട്ട് അവർ പോകാറുണ്ട്. ഒത്തിരി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറുണ്ട്. പള്ളിയിലോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും പ്രാർത്ഥിക്കാനാണല്ലോ. സ്തോത്രം. ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പോയെന്ന ഇവരെന്നല്ല, അവിടെ വരുന്നവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പോകുന്നതും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുന്നതും അങ്ങനെ തന്നെ സ്ഥിരമായിട്ട് നടക്കാറുള്ള. ഒരിക്കൽ അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ ആകുമ്പോൾ, ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഈ ഗോപുരത്തിന്റെ മുമ്പിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്. ആ ഭാഗം അറിയണമെങ്കിൽ അതിന്റെ പ്രാരംഭം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരമായപ്പോൾ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. ആ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാനാണ് അവനെ അവിടെ കൊണ്ടിരുത്തിയിരുന്നത്. എന്ന് വെച്ചാൽ ഈ മുടന്തനെ അവിടെ കൊണ്ടിരുത്തുകയായിരുന്നു, അവൻ തന്നെ വരികയല്ലായിരുന്നു. സ്തോത്രം. നിങ്ങളൊരു സ്തോത്രമൊക്കെ പറയണേ. നിങ്ങൾ ഈ സ്തോത്രം പറയുന്നത് മറ്റൊന്നിനുമല്ല, ഞാനങ്ങ് പറയുന്നത് ആ കെയർ ഓഫിലെങ്കിലും ഒരു സ്തോത്രം പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സത്യത്തിൽ നിങ്ങൾ തന്നെത്താനെ പറയേണ്ട ഒരു സാധനമാണ് ഞാൻ ഈ പറയിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്കുള്ളത് നല്ലതാണ്. അതിൻ്റെ എല്ലാം പലിശ എനിക്കേ കിട്ടുള്ളൂ കേട്ടോ. ഇവരെ കൊണ്ട് നമ്മുടെ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളുകളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇവനെ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടിരുത്തുന്നത്. സ്തോത്രം. അപ്പൊ ഈ പോകുന്നവരും, ഞാൻ എളുപ്പം പറഞ്ഞു നിർത്താം, ഇനി സമയം ഓടി അങ്ങ് പോയി. ഈ അവിടെ വഴി പോകുന്നവരും ആലയത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവരും എല്ലാം ഇവന് ഭിക്ഷ കൊടുക്കുന്നുണ്ട്. എനിക്ക് വല്ലതും തരണേ എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഈ പത്രോസും യോഹന്നാനോട് അവിടെ വരുന്നത്. എനിക്കിനി എന്നെ ചിന്തിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ അവിടോട്ട് കടപ്പാൻ പോകുന്നത് കണ്ടപ്പോഴാണ് ഇവരോട് ഭിക്ഷ ചോദിക്കുന്നത്. അങ്ങോട്ട് അപ്പൊ ഇവനൊരു കാര്യം അറിയാം, പ്രാർത്ഥിക്കാൻ പോകുന്നവരല്ലേ, ഇച്ചിരി മനസാക്ഷി. അതിനൊന്നും മിണ്ടാത്തേ. മനസാക്ഷി ഉള്ളവരങ്ങ് പറ, പ്രാർത്ഥിക്കാൻ പോകുന്നവരല്ലേ നമ്മളൊക്കെ. അപ്പൊ ഇച്ചിരി മനസാക്ഷി. എൻ്റെ പൊന്നു വായിച്ച പണ്ടൊരു മനസാക്ഷി അവിടത്തെ അങ്ങ് കൂടി. വിശന്ന് കൂറയടിച്ച് ഒരു പാവപ്പെട്ടവനൊരു വീട്ടിൽ ചെന്ന് കേട്ടിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും എനിക്ക് ഭക്ഷിപ്പാൻ തരണമെന്ന് പറഞ്ഞു. ഉടനെ ഈ അമ്മമ്മ നല്ല ആത്മീയമായിട്ട് നല്ല മുൻപന്തി നിൽക്കുന്ന അമ്മാമ്മ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടാണോ? രക്ഷിക്കപ്പെട്ടാണോ എന്ന്. എന്നാ ഭക്തിയാന്ന് ആലോചിച്ച്. നിങ്ങൾക്ക് നാണമുണ്ടോ ചോദിക്കാൻ? ഞാൻ ചോദിച്ചാൽ അരിച്ചൂടെ കഴിച്ചിട്ട്. എടാ, വിശന്ന് വരുന്നവർ ഒരു കുറ്റി പുട്ടും 2 പഴവും കൊടുത്തിട്ട് നീ അവനോട് രക്ഷിക്കപ്പെട്ടാണോ ചോദിക്കണം. അതാണ് അതിന്റെ മര്യാദ. അല്ലാതെ പട്ടിണി കൊണ്ട് അരമണിക്കൂറിൽ ചത്തു പോകുന്നവനോട് ചോദിക്കുക നീ രക്ഷിക്കപ്പെട്ടാണോ. എന്തോ ഒരു ത്യാഗമല്ലേ. സമുദ്രത്തിന്റെ അറ്റത്ത് പോയി സുവിശേഷം, ദേശത്തിന്റെ അറ്റത്ത് പോയി സുവിശേഷം, ഇതിനൊന്നും പോകാൻ പറ്റാത്ത കുറെ കക്ഷികളുണ്ട്. അവർ വീട്ടിൽ ഇരുന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള അന്ധകരണങ്ങളൊന്നും കാണിക്കില്ല, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മതി. ഏതെങ്കിലും വരുന്നവന് നിങ്ങൾക്ക് കൊടുക്കാനില്ലെങ്കിൽ ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പൊക്കോന്ന് പറഞ്ഞു. അത് ചോദിക്കുക, രക്ഷിക്കപ്പെട്ടാണോ? നീ ഈ പാവത്തനെ സ്വർഗത്തിൽ നേടിയിട്ട് നിനക്ക് ഒരു പ്രയോജനമില്ല. നിങ്ങൾക്കറിയാമോ, യേശു പുരുഷാരത്തെ മലയിൽ കയറ്റി വചനം പഠിപ്പിച്ച ഒരു സംഭവമുണ്ട് ബൈബിളിൽ. പുരുഷാരത്തെ മലയുടെ മുകളിൽ കയറ്റിയിട്ട് ബൈബിൾ പഠിപ്പിച്ചപ്പോൾ അന്ത്രയോസ് എന്ന് പറഞ്ഞൊരു മാന്യം എന്ന് പറഞ്ഞു, കർത്താവേ ഒരു കാര്യം യേശു പറയാനുണ്ട്, ഇവര് മണിക്കൂറുകളായി ഇവിടെ പട്ടിണിക്കിരിക്കുക. നിങ്ങൾക്ക് ആ ഭാഗം അറിയാവോ? ഈ മണിക്കൂർ ഇവർ വിശന്നിരിക്കുക, ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ കർത്താവ് അടുത്ത ചോദ്യം ചോദിച്ചു. നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ അല്ലേ? കർത്താവ് അടുത്ത് ചോദിച്ചു,
നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പെട്ടെന്ന് അന്ത്രോസ് ഒരു മിനിറ്റ് ഉണ്ട്. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അബദ്ധപ്പോയിട്ടുണ്ട്. നീ എങ്ങനെ അറിഞ്ഞു? എന്റെ ചോദ്യം അന്ത്രയോസിനോട്, നീ എങ്ങനെ ഇത് അറിഞ്ഞേ? ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ 5 അബദ്ധപ്പോയിൻ. അച്ഛാ ഇത് കേട്ടിട്ടില്ലയോ? അച്ഛാ 5 അബദ്ധപ്പോയിൻ 2 മീനും അവന്റെ കയ്യിൽ ഉണ്ടെന്ന്. എന്റെ ചോദ്യം ഈ അന്ത്രയോസിനോട് എനിക്ക് ചോദിക്കണം, നീ ഇതെങ്ങനെ അറിഞ്ഞേ? എനിക്ക് പിന്നെ ഞാൻ എൻ്റെ ഭാവനയിൽ ഉത്തരം കണ്ടെത്തി. ഇവൻ ഇതിന്റെ ചുറ്റും നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഇവൻ ഈ അപ്പവും മീൻ്റെ പൊതിയുടെ ചുറ്റും ഇവൻ ഇങ്ങനെ കറങ്ങുമായിരുന്നു. ഇവൻ കറങ്ങി ഇതിന്റെ മണമെല്ലാം അടിച്ച് ഇവൻ ഉറപ്പിച്ചു. അപ്പം മണം ഉറപ്പിച്ചപ്പോൾ ഇവൻ മീനുണ്ടെന്ന് ഉറപ്പിച്ചു. അന്നേരം അപ്പമാണോ ചപ്പാത്തിയാണോ എന്ന് ഇവൻ അറിയത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലെ ഭാവനയാണ്, തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തിരുത്താം. അത് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞാണ്, മോൻ പോയി മുഖമൊക്കെ കഴുകിട്ടു. അപ്പോൾ അവിടെ ഉണ്ട് മുഖം കഴുകാണ്. ഇവനെ പറഞ്ഞു വിട്ടിട്ട് പൊതിയും ചിലപ്പോൾ അന്ത്രോസ് തുറന്നിട്ടു. അങ്ങനെ ആയിരിക്കും ഭാവിച്ച അപ്പമാണെന്ന് അവൻ അറിഞ്ഞേ. അല്ലെങ്കിൽ എങ്ങനെയാ ഇവൻ അറിയുന്നത് ഇതിനകത്തിരിക്കുന്നേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ പൊതിക്കകത്ത് അല്ലെങ്കിൽ പറയാം, എന്നാൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് അന്ത്രോസ് പറഞ്ഞത് ഞാനൊരു മര്യാദ ഉണ്ടായിരുന്നു. അന്ത്രോസ് പറയാം, ഉണ്ട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ 5 അപ്പവും 2 മീനും ഉണ്ട്. സ്തോത്രം. നമ്മുടെ ഇല്ലാത്ത കാര്യം വേറൊരുത്തരുണ്ടെന്ന് പറയാം, നമുക്ക് എന്നെ ആവേശം വന്നറിയോ? ഒരു വഴി വെട്ടാൻ വേണ്ടി ആ 1/4 സെന്റ് കൊടുക്കത്തില്ല. അതാണ്ട് അവർ അവിടെ നിന്ന് എടുത്തോ, വളവതല്ലേ അവിടെ നിന്ന് എടുത്തോളാം. എടാ നീ ഇതും വളവാ, നിനക്ക് ഇവിടുന്ന് ഒരു 1/2 സെന്റ് കൊടുക്കരുതോ? അയ്യോ ഇല്ല, പേപ്പറൊന്നും എൻ്റെ കയ്യിലില്ല, ഇതിൻ്റെ രേഖയൊന്നും എൻ്റെ കയ്യിലില്ല. ഇതാ നമ്മുടെ പ്രശ്നം. ബെല്ലോൻ്റെ അങ്ങ് ചകഞ്ഞ് വാരി എടുത്തോണ്ട് അങ്ങ് പോക്കോട്ടെ, നമ്മുടെ ഒന്നും പോകരുത്. നമ്മുടെ മലയാളികളുടെ അങ്ങനെ ചിന്തയാണ്. അത് പോട്ടെ. ഈ അന്ത്രോസ് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു കൊച്ചൻ്റെ കയ്യിലുണ്ട്. ഒന്നുകിൽ ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിന് ചുറ്റും നടന്ന് ഇവൻ കണ്ടുപിടി, ഇവൻ തുറന്ന് ഈ പൊതി അഴിച്ചിട്ടുണ്ട്. ഈ പൊതി അഴിച്ച് എന്താണെന്ന് അറിഞ്ഞ് ഇവൻ കൃത്യമായിട്ട് നോക്കിയിട്ട്, അല്ലെങ്കിൽ അന്ത്രോസിൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിലായിരിക്കും ഈ കൊച്ചൻ. ഈ 2 കേസാണ് സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ ഇവൻ ഇതിനകത്തെ ഇരിക്കുന്ന കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതും പോട്ടെ, അതും കഴിഞ്ഞു. എന്നെ ചിന്തിപ്പിച്ച ഭാഗം നിങ്ങളുടെയൊക്കെ ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഈ ബാലകന്റെ കയ്യിൽ നീ അപ്പം മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊടുത്തു, പ്രാർത്ഥിച്ചു, വാഴ്ത്തി നുറുക്കി 5000 പേര് കണക്ക്. പിന്നെ കണക്കിൽപ്പെടാത്തവരുണ്ട്, ഈ പിള്ളേരും പിറകിനും എല്ലാമായിട്ട് ഒത്തിരി പേരുണ്ട്. അതെല്ലാവർക്കും കൊടുത്തു, ഒരു 7000 പേർക്ക് കൊടുത്തെന്ന് കൂട്ടുവയ്ക്കും. എന്നിട്ട് 12 കൊട്ട. എൻ്റെ വിഷയം ഇവിടെ ഒന്നുമല്ല. എൻ്റെ വിഷയം എന്നെ ചിന്തിപ്പിച്ചത് ഈ പൊതി കൊടുക്കാൻ ഈ കൊച്ചൻ കാണിച്ച മനസ്സാണ് എൻ്റെ പ്രശ്നം. ഈ കുഞ്ഞ് ഈ പൊതി കൊടുക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിനും മര്യാദക്ക് ആ തൂണിൻ്റെ പുറകെ പോയി അത് കഴിച്ചോണം. അത് കഴിച്ചിട്ട് നീ വീട്ടിൽ വന്നില്ല, നിന്നെ ഞാൻ ഊരി വാരി തല്ലുമെന്ന് ഞാൻ പറയും. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ പറഞ്ഞതിന് നല്ല ഒന്നാമത്തെ അടി. ഇത് തിന്നിട്ടേ വരാം. വിശപ്പില്ലാത്ത കൊച്ചു അത് കുത്തി തിരികെ കയറ്റും. എന്നിട്ട് അടിക്കുമെന്ന് പേടിച്ചിട്ട്, വിശപ്പുണ്ടായിട്ടല്ല. പക്ഷെ ഈ അമ്മ ഒരു പക്ഷെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞിന് അപ്പനും അമ്മയും കൊടുത്ത ട്രെയിനിങ് ആവാച്ചാത്. ഈ കുഞ്ഞിനോട് പറഞ്ഞാണ്, മോനെ നിൻ്റെ കൂടെ പഠിച്ച രമ്യ ഉണ്ടാവാം, നിൻ്റെ കൂടെ പഠിച്ച ജിജി ഉണ്ടാകാം, അനീഷ് ഉണ്ടാകാം, റോജിൻ ആരും ഉണ്ടാകാം. അവരൊക്കെ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത വീട്ടിലെ കുഞ്ഞുങ്ങളാ. നീ ഇത് അവർ വരുവാണെങ്കിൽ അവർക്ക് കൊടുത്താലും കുഴപ്പമില്ല, നിനക്ക് ഞാൻ 2 അപ്പം ഇവിടെ വെച്ചേക്കാം. അമ്മ പറഞ്ഞു വിട്ട് അങ്ങനെ ആയിരിക്കാനാ സാധ്യത. അപ്പം പറഞ്ഞു വിട്ട് അങ്ങനെ ആയിരിക്കാനാ സാധ്യത. ഇനി ഇച്ചിരൂടെ നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി പറയാം. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചപ്പോഴും കുഞ്ഞെന്നോട് പറഞ്ഞതാണെന്നറിയാമോ? എൻ്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു, എൻ്റെ കൂട്ടുകാരെങ്കിലും പാവപ്പെട്ടവരോടെ വരുന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് കൊടുത്തേക്കണം, നിനക്ക് വേണ്ടിയുള്ളത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്, നീ ഇവിടെ വീട്ടിൽ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞെന്ന്. ഹലോ, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിരിക്കും അപ്പൻ്റെ അമ്മയ്ക്കും ശേഷം വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. എന്നിട്ട് പറയാ, ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമ ഇട്ടിട്ട് പറയാ, നീ അവരെ സർവ്വഭൂമിയിലും പ്രഭുക്കന്മാരാക്കും. സ്തോത്രം. എന്തെങ്കിലും ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഓർക്കാൻ വേണ്ടി ചെയ്തിട്ടേ പോകാവൂ. അതാ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചേ, ഈ ഭൂമിയിൽ കുറെ ജീവിച്ച് തീർത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തലമുറയ്ക്ക് നിങ്ങളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് പഠിക്കാൻ എന്തെങ്കിലും കാട്ടിയിട്ടേ ഇവിടുന്ന് പോകാവൂ. അല്ലെങ്കിൽ നിന്റെയും എൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമില്ലാതായി പോകും. ഈ കുഞ്ഞിനോട് ചോദിച്ചാലും ഈ കുഞ്ഞിന് പറയാനുള്ളത്, ഞാൻ ഇവിടെ വരെ എത്താൻ കാരണം ഈ കിടക്കുന്ന എൻ്റെ പിതാവാ, അല്ലെങ്കിൽ എൻ്റെ ഈ കിടക്കുന്ന മാതാവാ. ഈ മാതാവ് മരിക്കുന്നതിന് മുമ്പ് എന്നെ പഠിപ്പിച്ച പാഠമായത് മറ്റുള്ളവരെ കരുതണമെന്ന് പഠിപ്പിച്ചിട്ടാ എൻ്റെ അമ്മ പോയെ. എൻ്റെ അപ്പം പോകുന്നതിന് മുമ്പ് എന്നെ പഠിപ്പിച്ചത് മറ്റുള്ളവരെ കരുതണമെന്ന്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുക, നീയും ഞാനും മരിച്ചു കഴിയുമ്പോൾ നിന്നെ കുറിച്ച് എന്താ ഈ തലമുറയ്ക്ക് പറയാനുള്ളത്?
എന്താ പറയാനുള്ളത്? നല്ല എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ ഇത് പഠിപ്പിച്ചിട്ടാ പോയത്, എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ പോയെന്ന് നമുക്ക് പറയാനുണ്ടോ ആരെങ്കിലും? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. തലമുറയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. അത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. കർത്താവ് അങ്ങനെയാ പഠിപ്പിച്ചെന്ന്. കർത്താവ് എന്നെ പഠിപ്പിച്ചു നമ്മളെ. സ്വന്തം ജീവ അല്ല, ഇത് ലൈവാന്ന് വെച്ചാ അതാ ഈ പ്രശ്നം മൊത്തം. സ്വന്തം ജീവനാ കർത്താവ് നമുക്ക് വേണ്ടി തന്നേ. ഇത് കൂടുതൽ എന്താ തരണ്ടേ? ഇത് കൂടുതൽ എന്താ നമുക്ക് തരണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ജീവൻ തന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിന്റെ അല്പസമയം നമുക്ക് പങ്കുവെക്കുന്നതിൽ എന്നാ ഇത്ര ബുദ്ധിമുട്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ഇവിടുത്തെ നേഴ്സുമാർക്ക് ഡ്യൂട്ടി ഉണ്ട്, അതെല്ലാം ശരിയാ, ഞാനതൊന്നും കുറ്റം പറഞ്ഞ, അവർ പോകണം. പക്ഷെ ചില കക്ഷികളുണ്ട്, സഭായോഗം മുടക്കി വീട്ടിലെങ്കിരിക്കും. ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ഒരു നടുവിന് വേന ഒരു കാലിന് വേനയുടെ പേരും പറഞ്ഞ് ഒരു വിശുദ്ധ സഭായോഗത്തെ ഒഴിവാക്കി വീട്ടിലിരിക്കും. എനിക്ക് അവരോടൊരു കാര്യം പറയാനുണ്ട്. നന്നായിട്ട് മറുപടി കൊടുക്കേണ്ടി വരും ആ വിഷയത്തിൽ. നന്നായിട്ട് പാസ്റ്റർ ഒന്നും പറയത്തില്ലായിരിക്കും, കാരണം ശരിയായിരിക്കും ആ ദേവദാസനും വിചാരിക്കും. പക്ഷെ ഞാനൊരു മനഃപൂർവ്വമായിട്ട് സഭായോഗം മുടക്കി വീട്ടിൽ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നീ ഒരു ദിവസം നന്നായി കരയും കേട്ടോ. ഒത്തിരി വില കൊടുക്കേണ്ടി വരും. ആരോഗ്യം ഉള്ളപ്പോൾ ദൈവത്തെ ആരാധിച്ചോണം. അതൊരു മുട്ടുവേദനയോ തലവേദനയോ ഒരു പ്രശ്നമല്ല. ഒരു പക്ഷെങ്കിൽ നന്ന പറ്റേ ഒരു കിടപ്പ് വന്നു കഴിഞ്ഞ് ബാബുച്ചാനെ വിളിച്ചു പറയും, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ഇണ്ണിട്ടാൽ കർത്താവിന് വേണ്ടി ജീവിച്ചോളാം. നീ ഇണ്ണിക്കണ്ട, നീ ഇണ്ണിക്കണം എന്നൊരു നിർബന്ധമൊന്നും കർത്താവിനില്ല. ആയ കാലത്ത് പറ്റാത്ത കാര്യമാണോ നിന്നെ ഇനി പൊക്കിയെടുത്തിട്ട് അതിനെക്കാട്ടി വലിയ ഏടാ കൂടെ ഇവിടെ വന്ന് വീണ്ടും ഒപ്പിക്കും. അതിലും ഭേദം അവിടെ കിടക്കുന്ന. പക്ഷെ ഇപ്പൊ ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെ സ്തുതിച്ചോണം കേട്ടോ. ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. അടങ്ങിയിരിക്കരുത്, പ്രാർത്ഥിച്ചോണം, കരയണം ദൈവസന്നിധിയിൽ, കരയണം ദൈവസന്നിധി, നന്നായിട്ട് കരയണം. കണ്ണുനീരിന് മറികടക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. നന്നായിട്ട് കരയണം. ഇവിടെ ഞാൻ ഈ ഭാഗത്തിലേക്ക് വീണ്ടും വരികയാണ്. ഇവിടെ ഈ പത്രോസും യോഹന്നാനും ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കക്ഷി ഇവിടെ ഇരിക്കുന്ന കണ്ടു. ഈ കക്ഷി ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇവരോട് ചോദിച്ചു, ഈ ഞങ്ങൾക്കൂടെ എന്തോരം തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, പത്രോസ് നേരെ അവനെ ശരിക്കൊന്ന് നോക്കി. ഒരൊറ്റ നോട്ടോ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഉറ്റുനോക്കി യോഹന്നാനോട് അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുവീൻ, ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. ഇവൻ മുഖത്ത് നോക്കത്തില്ല, ഇവൻ ഇരിക്കുകയല്ലേ ഇവനിങ്ങനെ. ഇവൻ കള്ളം ചെയ്യുന്ന മുഖത്ത് നോക്കത്തില്ലല്ലോ. ഇങ്ങോട്ട് നോക്കിയാ പറഞ്ഞു കേൾക്കുന്നുണ്ട്, പറഞ്ഞു അല്ല ഇങ്ങോട്ട് നോക്കച്ചാ, അല്ല പറഞ്ഞു ഇങ്ങനെ അച്ഛാ ഇങ്ങോട്ട് നോക്കിയാ, അല്ല പറഞ്ഞു, എന്നാലും അവൻ മുഖത്ത് നോക്കത്തില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, പറഞ്ഞു ഇങ്ങനെ ഇരിക്കും, മുഖത്ത് നോക്കത്തില്ല. അവനെ നമ്മൾ സൂക്ഷിക്കണം. അവനാണ് യഥാർത്ഥ കള്ളൻ, അവനാണ് പഠിച്ച കള്ളൻ. ബാക്കിയെല്ലാം കള്ളന്മാരെന്നല്ല, വെറും ഡൂക്കിളി കള്ളൻ എന്നൊക്കെ അവന് വലിയ സാധാരണ ലോക്കൽ കള്ളൻ. ഇവനെ സൂക്ഷിക്കണ്ട. രണ്ടാമതൊരുത്തം പറഞ്ഞില്ല ക്രൂശ കിടന്ന് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ, അവനായിരുന്നു അതിനകത്ത് ഒറിജിനൽ കള്ളൻ. മറ്റവൻ വെറും സാധാരണ ഒരു ലോക്കൽ കള്ളനായിരുന്നു. നീ രക്ഷപ്പെടും, ഞങ്ങൾ രക്ഷിക്കും. അവൻ ചുമ്മാ കിടന്ന് പറയുക. അവൻ വെറുതെ അവിടെ കിടന്ന് ചലിക്കുക, നീ രക്ഷപ്പെടുന്നത്. അവൻ ആരെയായി പരീക്ഷിക്കുന്നത്? നീ രക്ഷപ്പെടും, ഞങ്ങളെ രക്ഷിക്കുക. കർത്താവ് മൈൻഡ് ചെയ്തില്ല. അവനൊന്നും ഒന്നും പറയാൻ. മറ്റവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ, ഇവൻ അറിയാമായിരുന്നു ഇവൻ രാജാവാണെന്നറിയാം. ഈ കിടക്കുന്നവൻ രാജാവായതുകൊണ്ട് ഇവൻ രാജ്യത്വം പ്രാപിക്കുമെന്ന് രണ്ടാമത് പറയാം. മൂന്നാമത് ഇവൻ അറിയാവുന്ന ഒരു സത്യം, രാജ്യത്വം പ്രാപിച്ചപ്പം വരുമെന്ന്. ഹലോ, ഈ സത്യം മൂന്നും അറിയാവുന്നവനായിരുന്നു മറ്റേ കള്ളൻ. അതാ പറഞ്ഞ അവൻ പഠിച്ച കള്ളനാ. നമ്മുടെ കൂട്ട് എവിടെ എങ്ങനെ നിൽക്കണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആഹാ, നിങ്ങളുടെ വർത്താനം കേട്ട ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ കള്ളെന്ന് തോന്നുമല്ലോ. എല്ലാം നന്നായി അറിയാവുന്നവന്. അവൻ കള്ളനാന്ന് അറിയാവുന്നതുകൊണ്ട് ആ കർത്താവിനോട് പറഞ്ഞ നീ രാജ്യത്വം നീ ഇന്നെന്നോട് കൂടി. ഒറ്റ വാക്കേ അവൻ പറഞ്ഞുള്ളൂ. സൗജന്യമായ രക്ഷ എഴുതി അവന്റെ കൈ കൊടുത്തു. ക്രൂശെ കിടന്ന കള്ളനോട് മനസ്സലിവ് കാണിച്ചവനാ എന്റെ ദൈവം. മനസ്സിലായോ? അപ്പൊ അതാ ഞാൻ പറഞ്ഞ ദൈവത്തെ പരീക്ഷിക്കുക. അത്രയും മനസ്സലിവുള്ള ദൈവത്തിന്റെ മുമ്പിൽ കാപട്യം കൊണ്ട് നമ്മൾ വരേണ്ട കാര്യമില്ല. ചെറിയ പ്രശ്നമോ വലിയ പ്രശ്നമോ ആയിക്കോട്ടെ, ആരോഗ്യമുള്ള സമയത്ത് ദൈവത്തിങ്കിൽ നിന്ന് മാറിയിരിക്കരുത്. ഒത്തിരി നേടിയെടുക്കാനുണ്ട് നമുക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ഒത്തിരി ഒറ്റപ്പെടൽ വേദനയൊക്കെ അനുഭവിച്ച ഒരാളാണ്. സ്തോത്രം. അത് ഏത് മേഖലയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊന്നും എന്നെ ആദ്യമൊക്കെ ചിലപ്പോൾ ഇച്ചിരി വിഷമം ഉണ്ടായിക്കാണ്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിച്ചില്ല. ഞാൻ ഒരു കാര്യം എന്താണെന്ന് പറയാത്തെ, ഒരു ഭാഗത്ത് നിന്നെ ഒതുക്കുമ്പോൾ മറുഭാഗത്തൊരു വിരിച്ച ചിറകുണ്ട് കേട്ടോ. ആ ചിറകിനടിയിൽ നീ സുരക്ഷിതനാണെന്നുള്ള കാര്യം മറന്നു പോകണ്ട. ആ ചിറകിനടിയിൽ നീ സുരക്ഷിതനാണെന്നുള്ള കാര്യം മറന്നു പോകണ്ട. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ കൃത്യമായി പറയാ, ആ ചിറകിന്റെ അടിയിൽ നീ സുരക്ഷിതനാ.
നിന്നെ ഒരു ഭാഗത്തല്ലേ ഒഴിവാക്കിയുള്ളൂ. ഞാൻ പറയുന്നത് നിന്നെ ഒഴിവാക്കിയത് കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്. നിന്നെ ചിലടത്തുനിന്ന് ഒഴിവാക്കിയത് കൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ടതെന്ന് കൂട്ടിയാൽ മതി. ഒരു പക്ഷെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു. ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം കണ്ട ഒരു വസ്തുതയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളും അത് കാണണം. ഏതെങ്കിലും മേഖലയിൽ ഒഴിവാക്കുന്നു എന്ന് തോന്നലുണ്ടെങ്കിൽ നീ വിചാരിച്ചോ, കർത്താവ് നിന്നെ അധികം സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നിന്നെ അധികം സ്നേഹിക്കുന്നുണ്ട്. നീ ദീർഘക്ഷമയോടിരുന്നാ മതി. എവിടെ നീ ഒതുങ്ങുന്നോ അവിടെ ഒരു വിടുതൽ ദൈവം തരും. അങ്ങനെയാ. ഒന്ന് ഒതുങ്ങി നോക്ക്. ദൈവത്തോട് നമ്മളെ ലോകത്തിന് നോക്കുമ്പോൾ പല കുറ്റവും കുറവും ഒക്കെ പറയാൻ കാണും. പക്ഷേ ആരും കാണാതെ ദൈവത്തിന്റെ സന്നിധിയിൽ കരയാൻ ഒരു മനസ്സുണ്ടെങ്കിൽ സമൂഹത്തിൽ കൊണ്ടിട്ട് ദൈവം ആദരിക്കും. പ്രസംഗിക്കുന്നവനെ ലോകമറിയും, പാടുന്നവനെ ലോകമറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നു. ഞാനങ്ങനെ മനസ്സിലാക്കിയേ. പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നത് ദൈവമാ, അത് ലോകമല്ല. പക്ഷെ നിന്നെ അറിഞ്ഞു കഴിയുമ്പോൾ ലോകത്തെ ദൈവം അറിയിക്കും നീ ആരായിരുന്നു. ലോകത്തെ ദൈവം അറിയിക്കും കേട്ടോ. ലോകത്തെ ദൈവം അറിയിക്കും നീ ആരായിരുന്നു എന്നുള്ള കാര്യം. സ്തോത്രം. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കാണുമെന്ന് നമ്മളൊന്ന് ഓർക്കണം. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ദേശത്തും എന്നെ കണ്ടിട്ട് പോലും, ഞങ്ങൾ കണ്ടിട്ട് പോലും എത്രയോ പേര് സ്നേഹിക്കുന്നവരുണ്ടെന്നറിയാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആരൊക്കെയോ എവിടേക്കോ ഉണ്ട് പ്രിയപ്പെട്ടവരെ. എവിടേക്കോ നമുക്ക് വേണ്ടി കരയുന്നവർ ആരാണ്ടൊക്കെ ഉണ്ട്. ആ കരച്ചിലും ഒന്നും വെറുതെ അല്ല കേട്ടോ. നമ്മൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് പോലും ആ കണ്ണുനീരിൻ്റെ ആയിരിക്കും. ആ കണ്ണുനീര് കൊണ്ടായിരിക്കും നമ്മളൊക്കെ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മടിക്കാതെ കരഞ്ഞോണം. ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ എന്റെ വിഷയം, ഇവനെ ചുമ്മിക്കൊണ്ട് വന്ന് ഇരുത്തുന്ന കുറച്ച് കക്ഷികളുണ്ട് സ്ഥിരമായിട്ട്. എവിടെ? ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വെളിയിൽ ഇവനെ കൊണ്ട് ചുമ്മി ഇരുത്തുക എന്നല്ല എഴുതിയിരിക്കുന്നത്. എന്താ പറയുക, ഒരുത്തനായിരിക്കത്തില്ല. ചുമ്മാ 1-2-3 പേര് കാണും. ഇതൊരു ധാരണയാ. അച്ഛാ ഇതൊരു കച്ചവടമാ. 50-50. നിനക്ക് കിട്ടുന്നതിന്റെ പകുതി എനിക്ക് തരണം. ഞങ്ങൾ ചുമ്മി അവിടെ കൊണ്ടിരുത്തും. വൈകിട്ട് തിരിച്ച് ആരാനും കഴിയുമ്പോൾ എടുത്തോണ്ട് പോകും. ഹലോ, ഒരു ധാരണയാ. ഇവന് കിട്ടുന്ന പിരിവിന്റെ പകുതി ഇവർക്കാ. മനസ്സിലായില്ല. ഇവൻ ഇവിടെ ഇരുന്ന് ഭിക്ഷ തണ്ടുവാണല്ലോ. ഈ വഴിയെ പോകുന്നവരോടല്ല, ഈ ആലയത്തിൽ നിന്ന് വരുന്നവരോടും ഇവന്റെ ഒരു ധാരണയുണ്ട്. പ്രാർത്ഥിച്ചിട്ട് വരുന്നവർക്ക് ഇച്ചിരി മനസാക്ഷി ഉണ്ടല്ലോ, അവരെന്തെങ്കിലും തരുമായിരിക്കും എന്നുള്ളതാണ് ഇവന്റെ ഒരു പ്രതീക്ഷ. രണ്ടാമത് പ്രാർത്ഥിക്കാൻ പോകുന്നവന് ഇച്ചിരി മനസാക്ഷി. ഇപ്പൊ പോയാലും വന്നാലും ഇവരൊക്കെ തന്നെ എന്തെങ്കിലും ഇവനിത് ഇന്നലെ ആദായം ഉണ്ടായിട്ടുണ്ട്, മിനിഞ്ഞാന്ന് ആദായം ഉണ്ട്, അതുകൊണ്ട് അവൻ ഇന്നും അവിടെ വന്നേ. ഇനി ഇവൻ വന്നത് പോട്ടെ, ഇവർ കൊണ്ടുവന്നതിന്റെ കാര്യം ഇന്നലെയും മിനിഞ്ഞാന്ന് 4-ാം നാളൊക്കെ ഇവനെ കൊണ്ടുവന്നപ്പോൾ ഇവരുടെ പോക്കറ്റ് നിറഞ്ഞായിരുന്നു. ആര്? ഈ ചുമ്മിക്കൊണ്ട് വന്നവരുടെ പോക്കറ്റ് നിറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഈ കച്ചവടം നല്ല ലാഭമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ഗോപുര പടിവാതിക്കൽ ഇരിപ്പ് അങ്ങ് ഉറപ്പിച്ചു. അതവിടെ ഇരിക്കാനുണ്ടായ പ്രധാന കാരണം. സ്തോത്രം. ലാഭം എവിടെ ഉണ്ടെന്ന് തോന്നുന്നോ അവിടെ നമ്മൾ ആണിയടിക്കും, ഇരിപ്പുറപ്പിക്കും. സ്തോത്രം. മാറി ചിന്തിക്കാൻ തയ്യാറാകത്തില്ല. നമുക്കൊരു ധാരണയുണ്ട്, എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതം ഇങ്ങനെ സുരക്ഷിതമായിട്ട് അങ്ങ് പോകും, ഇങ്ങനെ ശാന്തമായിട്ട് അങ്ങ് പോകുമെന്നൊക്കെ ഒരു ധാരണയുണ്ട്. അല്ല കേട്ടോ, ജീവിതത്തിൽ ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാകാം, വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാം. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എന്തെല്ലാം പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നവരാ. പക്ഷെ അതെല്ലാവരോടും പറയാൻ പറ്റുന്നതായിരിക്കത്തില്ല. ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. ഈ സാഹചര്യത്തിലും നമ്മൾ കർത്താവിൽ നിന്ന് അകലാൻ പാടില്ല കേട്ടോ. ദൈവത്തിന്റെ സന്നിധി കരയുന്നവരായിരിക്കണം. ഞാൻ ഇവന് ഈ പിരിവുകാരൻ ലാഭക്കച്ചവടം നടത്തുന്നതെങ്കിലും ഇവനോട് എനിക്ക് ഒരു സ്നേഹം തോന്നി. എനിക്ക് വല്ലതും തരണേ എന്ന് പറയാനുള്ളൊരു മനസ്സ് ഇവനുണ്ടല്ലോ. ചോദിക്കാനൊരു മടിയില്ലല്ലോ. നമ്മുടെയൊക്കെ ധാരണ നമ്മൾ ഇരിക്കുക, കർത്താവിന് ഇഷ്ടമുണ്ടോ ചെയ്യട്ടെ, നമ്മളിങ്ങനെ ഇരിക്കുക. കർത്താവിനോട് ചോദിക്കാൻ പറ്റിയ മടിയാ. കർത്താവിന് ഇഷ്ടമുണ്ടോ ചെയ്യട്ടെ. എന്റെ ചോദ്യമാണ്, കർത്താവിന് വലിയ ഇഷ്ടമില്ലെങ്കിലോ? ഹിസ്കിയാവിന്റെ അടുക്കൽ ചെന്ന് പ്രവാചകനായ യെശയ്യാവ് ദൂത് പറഞ്ഞു, നീ വേഗത്തിൽ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം നീ വളരെ പെട്ടെന്ന് ക്രമീകരണത്തിലാക്കാൻ പറഞ്ഞു. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയോ ചോദ്യമോ ഉത്തരവോ ഒന്നും ഇല്ലായിരുന്നു. ഒരു രാജകൊട്ടാരത്തിൽ വന്നൊരു പ്രവാചകൻ ദൂത് പറഞ്ഞിട്ട് പോയിട്ട് ഒരു ഈച്ച പോലും പ്രവാചകനെ തൊട്ടില്ല. അക്കാലത്തെ അഗ്രഗണ്യനായ പ്രവാചകനായിരുന്നു യെശയ്യാവ്. എന്നിട്ട് കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഈ ദൂത് പറഞ്ഞിട്ട് യെശയ്യാവ് അവിടെ നിന്ന് മടങ്ങിപ്പോയ സമയത്ത് ഹിസ്കിയാവ് ഒരു കാര്യം ചെയ്തുള്ളൂ. ആ ചുവരിന് നേരെ തല അങ്ങോട്ട് ചരിച്ചു പിടിച്ചിട്ട് ഒരൊറ്റ പ്രാർത്ഥന, ഒരു കരച്ചിലുമായിരുന്നു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപാകെ നടന്നത് ഓർക്കണമേ. അപേക്ഷിക്കുക, നീ ഓർക്കണമേ. അത്ര സമയമേ ഉണ്ടായിട്ടുള്ളൂ, അത്ര സമയമേ അവിടെ സംഭവിച്ചുള്ളൂ. ആ ഭാഗം താഴ്ത്തു വായിച്ചാൽ
പ്രവാചകൻ നടുമുറ്റം വിട്ടു പോകുന്നതിന് മുൻപ് ഈ ദൂത് പറയാൻ പ്രവാചകനെ ഏൽപ്പിച്ചത് ആരാണോ അതേ ആൾ പ്രവാചകനോട് പറഞ്ഞു, നീ ചെന്ന് ദൂത് മാറ്റി പറയണം, നീ ദൂത് മാറ്റി പറയണം. എന്താ? അവന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, അവന്റെ നിലവിളി ഞാൻ കേട്ടു, ഇത് അവനോട് ചെന്ന് പറയണമെന്ന് പറയും. ഈ കരച്ചിൽ കഴിഞ്ഞപ്പോഴത്തേക്കിന് ദൂത് പറഞ്ഞ പ്രവാചകൻ തിരിച്ചവിടെ ചെന്നു, ദൂത് മാറ്റി പറഞ്ഞു. ഇന്ന് പകൽ ആഴത്തിൽ പറയുക, വിശ്വസിക്കണം, കരയുന്നവന് വേണ്ടി ചില നിയമങ്ങൾ മാറ്റാൻ പോലും എൻ്റെ ദൈവം തയ്യാറാകും. കരയുന്നവന് വേണ്ടി ചിലതൊക്കെ മാറ്റി എഴുതാൻ എൻ്റെ ദൈവം തയ്യാറാകുമെന്ന്. നടക്കത്തില്ല എന്ന് എഴുതി വെച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ കരഞ്ഞോ, ഇന്ന് രാത്രി നീ നിലവിളിച്ചോ, നിനക്ക് വേണ്ടി ആ ദൂത് പറഞ്ഞവനെ കൊണ്ട് മാറ്റി പറയിക്കും. നടക്കത്തില്ലെന്ന് പറഞ്ഞിടത്തായി സംഭവിച്ചിരിക്കുന്നേ. ആഴത്തിൽ വിശ്വസിക്കണം കേട്ടോ, ആഴത്തിൽ വിശ്വസിക്കണം. ദൈവം തമ്പുരാൻ ഒരു കാര്യം കണ്ണുനീരിന്റെ മുൻപിൽ തീരുമാനങ്ങൾ വരെ മാറ്റും ദൈവം. സ്തോത്രം. അങ്ങനെയാണ് ഈ ലോകം നിനക്കെതിരെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ മുമ്പിൽ പോയി കരഞ്ഞാൽ നിനക്ക് വേണ്ടി നിയമം മാറ്റും ദൈവം. നിനക്ക് വേണ്ടി അനുകൂലമായ തീരുമാനമെടുക്കാൻ ദൈവം ചിലരെ ചുമതല ഏൽപ്പിക്കുമെന്ന്. പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ അത് ന്യായമായിരിക്കത്തില്ല, അന്യായമായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ചിലപ്പോൾ നീതിയായിരിക്കാം. അത് ആഴത്തിൽ വിശ്വസിക്കണം കേട്ടോ, ആഴത്തിൽ വിശ്വസിക്കണം. ഇവിടെ ഈ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു ഇവനെ ഇവിടെ കൊണ്ടുപോകാം, ഇതിന്റെ വീതവും പറ്റി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ രണ്ട് പുള്ളികളും കൂടെ വരുന്നത്. ഇവരിങ്ങോട്ട് വന്നു. ദിനംപ്രതി പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റു നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് നോക്കൂ, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? വെല്ലം കിട്ടുമെന്ന് കരുതി അവനൊന്ന് നോക്കി. വെല്ലം കിട്ടുമെന്ന് കരുതി അവൻ നോക്കി. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. സ്തോത്രം. അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വെള്ളിയും പൊന്നും ഒന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരാം. സ്തോത്രം, സ്തോത്രം. നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാൻ വിശ്വാസത്തോടൊരു വാക്ക് അവിടെ പറഞ്ഞു. അതിനുശേഷം സംഭവിച്ചത് ആ ഭാഗത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരയാണി മുറച്ചു. അത് കഴിഞ്ഞെന്താ സംഭവിച്ചേ? നടന്ന് ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവിടെയാണ് അതിന്റെ വിഷയം കിടക്കുന്നത്. അവൻ വിടുതൽ മേടിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് പോകുകയല്ലായിരുന്നു. അവൻ അവരോടുകൂടെ അവരുടെ കൈക്ക് പിടിച്ച് ആലയത്തിൽ ചെന്ന്. കേട്ടോ, അവൻ കൈക്ക് പിടിച്ച് ആലയത്തിൽ ചെന്നു. ആലയത്തിൽ ചെന്ന് അവൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവൻ പരിസരം പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയപ്പോ അതിന്റെ താഴെ എഴുതി വെച്ചിട്ട് ഭാഗം വായിച്ചാൽ മനസ്സിലാകും. അങ്ങോട്ട് പോയപ്പോ ഭിക്ഷ കൊടുത്തവനും ഇന്നലെ ഭിക്ഷ കൊടുത്തവനും അല്ല ഇതിനകത്ത് നിൽപ്പുണ്ട്. ഹലോ, മനസ്സിലായില്ല? ഇന്നലെ ഭിക്ഷ കൊടുത്തവനുണ്ടല്ലോ, ചാരിറ്റി ചെയ്തവൻ. അവന്മാരുടെ പ്രശ്നമെല്ലാം ഒരു ചാരിറ്റി മുടങ്ങിപ്പോയി. ഇത് ചെയ്യുന്ന 10 പേര് കാണുന്നതായിരുന്നു. ഇതിരിക്കട്ടെ കേട്ടോ, ഇതിരിക്കട്ടെ, ചുമച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അവരുടെ ഇതിരിക്കട്ടെ. അപ്പം അവരും കണ്ടു, ഇവരും കണ്ടു, എല്ലാവരും കണ്ടു. ഒതുക്കത്തിൽ കൊടുക്കുമല്ല ഇവന്. ഇപ്പം ഇത് ചെയ്യുമ്പോൾ മാത്രമേ നാളെ വരുത്തൂ. നാട്ടിൽ വെള്ളപ്പൊക്കത്തിന് 2 പടലും ഞാലിപ്പൂവമ്പഴവും 2 ബണ്ണും കൊടുത്തിട്ട് ഫോട്ടോ ഇട്ട് വൃത്തികെട്ടവന്മാരുണ്ട് നാട്ടിൽ, ഫേസ്ബുക്കിൽ. എടേ, ആരാണ്? നിനക്ക് നാണമില്ലയോ എന്ന് ഞാൻ ചോദിക്കും. ഞാൻ ഇത് പലർത്തും, നാണമില്ലയോ? ഞാലിപ്പൂവമ്പഴത്തിന് നീളം എന്നാ ഉണ്ട്? ഇങ്ങോട്ട് നോക്കാം തോച്ചാ. ഇത്ര നമ്മൾ രണ്ടുകൂടെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചില്ലേ? അപ്പം ഇച്ചിരിയേ ഉള്ളൂ. എടാ, മേടിക്കുമ്പോൾ നല്ലത് മേടിച്ചു കൊടുക്കണം. ഒന്ന് അല്ല, നീ ചാരിറ്റി ചെയ്യാൻ വേണ്ടി ഇമ്മാതിരി പണി കാണിക്കല്. കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം. ഒന്നുമല്ല, ഒന്ന് കഴിച്ചാൽ അവന്റെ ശരീരത്തെ ഉണ്ടാകണം. ഇവന് തൊലയൊരുക്കുന്നതാ വേണ്ടു. പഴം പറിച്ച് താഴെ പോയി. ഇച്ചിരിയല്ലേ ഉള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ. അയ്യോ, ഞാൻ എന്തിനത് പറഞ്ഞറിയോ? പേര് കിട്ടാൻ വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലെ നേതാക്കന്മാരല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. എനിക്കറിയാം. നല്ല എൻ്റെ വീട് ചെങ്ങന്നൂരാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഇതങ്ങോട്ട് കൊടുത്തിട്ട് ഒരു പടലെ പഴവും 4 ബണ്ണും. ഇത് ജീവിച്ചോട്ടെ. പിന്നെ അവന് ജീവിക്കാനുള്ളതായി. സ്തോത്രം. എന്തൊരു കഷ്ടമല്ലേ? കാലം എങ്ങോട്ടാ പോയെന്ന് ആലോചിച്ചോണം. ഇവിടെ അതല്ല സംഭവിച്ചത്. ഇവൻ അന്നേരത്തെ ഒരു ഭിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് ഈ പത്രോസിനും യോഹന്നാനും അങ്ങ് പോകാം. അവർക്ക് അങ്ങ് പോകാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അവർക്ക് നീതിയുള്ളതാ ചെയ്തത്. അവർക്ക് നീതിയുള്ള ചെയ്ത്. എന്ത്?
നിനക്ക് സൗഖ്യം തരാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നിനക്ക് വിടുതൽ തരാൻ കഴിവുള്ള ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. ഇവനെ വിളിച്ചോണ്ട് പോയി ആലയത്തിൽ ചെന്ന് ഇവൻ ആരാധിക്കുക. അവിടെ കിടന്ന് കൈകൊട്ടി അന്യഭാഷയിൽ ആരാധിച്ചപ്പോ ഇവന് പിശ കൊടുത്തവരെടുന്നിട്ട് പറയാ, ഇവനല്ലേ വെളി നിന്നേ. അതെ, ഇനി നമ്മൾ ആർക്ക് കൊടുക്കും? ഇനി നമ്മൾ ആർക്ക് കൊടുക്കും? നീ ആർക്കും കൊടുക്കണ്ട, നിന്റെ ആർക്കും വേണ്ട. എന്തിനാ അങ്ങനെ കൊടുക്കുന്നേ? ഇവിടെ ഈ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ചില വിടുതലുകൾ ചിലർക്ക് സംഭവിച്ചാൽ ചിലർക്ക് ക്ഷീണമാണ്. പക്ഷെ സ്വർഗത്തിന് അത് വിടുതൽ അനുഗ്രഹം കേട്ടോ. സ്വർഗത്തിന് ലാഭമാണ്. ഇവിടെ ഇവന്റെ വിടുതൽ സംഭവിച്ച ചുമട്ടുകാർക്കാണ് ഏറ്റവും വലിയ നഷ്ടം. അന്ന് തിരിച്ചു കൊണ്ടുപോകാന്ന് ചോദിച്ചാൽ അമ്മമാരപ്പുറത്തെ കടയുടെ അവിടെ ഇരിക്കുമായിരുന്നു. അയ്യോ, അന്ന് തിരിച്ചു വൈകിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കടയുടെ അവിടെ ഇരുന്നതാ. യുവമാര് ചായ കുടിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ ദേവാലയ ഗോപുരത്തിന് അവിടെ അവനില്ല. അവൻ അവിടെ കിടന്ന കിടക്ക പോലും വിട്ടിട്ട് അവൻ്റെ പാട്ടിന് പോയി അകത്ത്. തിരിച്ചിങ്ങോട്ട് മാമന് സിമ്പിളനായി പത്രോസിന്റെ, എൻ്റെ ഭാവനെ പറയാം, പത്രോസിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഷർട്ടും കൊടുത്തു, ഒരു പാൻറ് കൊടുത്തിട്ട് അവനെ ഇറക്കിക്കൊണ്ട് അതുവഴി വന്ന്. നിന്നെ മൊത്തത്തിൽ അങ്ങ് മാറ്റും ദൈവം. കർത്താവിന് ബോധിച്ചതാണോ? ദൈവത്തിന് നിന്നെ ഇഷ്ടപ്പെട്ടോ? നിന്റെ മട്ടും പാവം മുഴുവൻ അങ്ങ് മാറ്റും തമ്പുരാൻ. സ്തോത്രം. അതങ്ങനെയാ. ഈ വചനം പഠിച്ചാൽ മനസ്സിലാകുന്ന അങ്ങനെയാ. ലോകം തരുന്നത് പോലെ അല്ലല്ലോ ദൈവം തരുന്നേ. എടാ, ദൈവം തമ്പുരാൻ തന്നു കഴിഞ്ഞാൽ ആ അമർത്തി കുലുക്കി കവിയുന്നത് പോലെയാ തരുന്നേ. കവിഞ്ഞാ പോരാ, കവിയുന്ന നല്ലൊരളവ് ഇത് കൊണ്ട് വെച്ചാൽ അതിന്റെ ചുറ്റും കിടക്കും. നൽകി തന്നതാ, ഇതിനകത്ത് കൊള്ളാത്ത പോലെ അങ്ങ് തരും കേട്ടോ. അന്നേരം ആരോടും കണക്കൊന്നും പറയണ്ട. കണക്ക് പറയണ്ട. തന്നത് യഹോവയാ. ഇവിടെ കിടക്കുകയാണ്. ഈ ഭാഗം ഇങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ വലം കൈക്ക് പിടിച്ച് എഴുന്നേപ്പിച്ച് ക്ഷണത്തിൽ അവന്റെ കാലിൽ നരയാണി മുറിച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും ചാടി അവരോട് ദേവാലയത്തിൽ കടന്നു. അത് കഴിഞ്ഞ് കണ്ടോ, അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനല്ലയോ എന്ന് സംഭവിച്ചൊക്കെയും വിസ്മയം പൂണ്ട്. ഇവർക്ക് ആകെപ്പാടെ പരിഭ്രാന്തി മൊത്തം ഇവർക്കാ. ഞങ്ങളുടെ ഒരു ചാരിറ്റി നഷ്ടപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഈ വകുപ്പിൽ കൂടിയായിരുന്നു 10 പേർ അറിഞ്ഞുകൊണ്ടിരുന്നത്. അതും പോയി. വെള്ളിയും പൊന്നും ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ഇവൻ അവിടെ നിൽക്കുമ്പോൾ ഇവനൊരു സങ്കടം ഉണ്ടായി കാണും. ഇവരെ നോക്കിയിട്ട് പറഞ്ഞു കാണും, നിങ്ങൾ എത്ര നാളുകൊണ്ട് ഇവിടെ ആരാധനയ്ക്കും പാട്ടിനും പ്രസംഗത്തിനും വന്നു. എന്റെ മുമ്പിൽ കൂടെ പോയിട്ട് എന്നെ ഒന്ന് പിടിച്ചിനകത്ത് കയറ്റാൻ നിങ്ങൾക്ക് ഇതുവരെ തോന്നിയോ? എന്നെ ഈ സന്തോഷത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്കൊന്ന് തോന്നിയോ? പക്ഷേ എനിക്കൊരു സമയം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. ആ മഹാസന്തോഷത്തിലേക്ക് ഈ സഹോദരങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് വന്നത് ഈ ദൈവത്തിന് എനിക്കറിയാൻ കഴിഞ്ഞു. നമുക്കും പറയാൻ കാണും, ഒഴിവാക്കിയ പല മേഖലകളുണ്ട്, മാറ്റി നിർത്തിയ പല മേഖലകളുണ്ട്. ഈ കാനായിലെ കല്യാണ വീട്ടിലെ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ നടന്ന കാര്യവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ വീഞ്ഞു പോരാതെ വന്നും കൊടുത്തതും ഒന്നും അല്ലേ, അതെനിക്ക് വിഷയമല്ലെന്നല്ല. അതല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ടല്ലോ, വളരെ ഗൗരവത്തിൽ കേൾക്കണം കേട്ടോ. അവിടെ വീഞ്ഞു പോരാതെ വന്നു, അകത്തുനിന്ന് വന്ന് പറഞ്ഞു, വീഞ്ഞകത്ത് തീർന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഏറ്റവും കാര്യങ്ങൾ ക്രമീകരണത്തിന് ആൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ വന്നപ്പോൾ അമ്മാമ പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, ഇവിടെ പറയാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ പറയാൻ പറഞ്ഞു. അവർ യേശുവിനോട് കാര്യം ചെന്ന് പറഞ്ഞു, വീഞ്ഞ് വരാതെ വരും. അപ്പം നിങ്ങൾ ആ ഭാഗം വായിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി അവരോട് പറഞ്ഞ് എന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, ആ ഭാഗം അറിയാമായിരിക്കും. പിന്നീട് എത്ര പാത്രത്തിലാണ് വെള്ളം അകത്ത് കൊണ്ടുപോയി? 6 കൽപ്പാത്രം. അതെ, ആ കൽപ്പാത്രം എന്തിനു ഉപയോഗിച്ചാണെന്ന് അവിടെ പറയുന്നുണ്ട്. യഹൂദന്മാരുടെ നിയമപ്രകാരം ശുദ്ധീകരണത്തിന് വേണ്ടി വെച്ചിരുന്നതാണ്. എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ഈ അകത്തുപോയ കൽപ്പാത്രത്തിൽ കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞില്ല? ഞാൻ ചിന്തിച്ചൊരു കാര്യം, ആ അകത്തുപോയ കൽപ്പാത്രം കൊണ്ടുവരാൻ തമ്പുരാൻ പറഞ്ഞില്ല. തമ്പുരാന്റെ കണ്ണിൽപ്പെട്ടത് അവിടെ മൂലയ്ക്ക് മാറ്റി വെച്ച 6 കൽപ്പാത്രമാണ്. എല്ലാവരാലും ഒഴിവാക്കപ്പെട്ടത് 6. ഈ വിരുന്ന് വീട്ടിൽ കയറാൻ യോഗ്യത ഉണ്ടായിട്ടും ഭാഗ്യമില്ലാതെ പോയത് 6 കൽപ്പാത്രം. അതാ നമ്മൾ ഓരോരുത്തരും കേട്ടോ, മറന്നു പോകണ്ട. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ, ഒത്തിരി നമ്മൾ ആരാന്ന് വിചാരിക്കണ്ട. ഒന്നുമല്ല, പുറംപറമ്പി കിടന്നതാ, അവിടെ കൊണ്ട് മാറ്റി വെച്ചിരുന്നതാ. തമ്പുരാൻ വന്നതുകൊണ്ടാ കണ്ണവിടെ ഉടക്കിയത് കേട്ടോ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കണ്ണവിടെ പോകത്തില്ല. തമ്പുരാന്റെ കണ്ണ് 4 മൂലയിലും ഉള്ളത് കൊണ്ട് അവിടെ നോക്കിയിട്ട് പറഞ്ഞു, അതെടുത്തോണ്ട് വന്ന് വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു. വക്കോളം നിറച്ചിട്ട് അകത്തോട്ട് കൊണ്ടുപോവുകയാ. ആ വാതിക്കൽ നിന്ന് ഞാൻ ചോദിച്ചു, നിന്നെ എന്താ ഇവിടുന്ന് ഒഴിവാക്കി ഇന്നലെ? ഇവൻ വാവിട്ട് കരയുക കേട്ടോ. ഈ ആദ്യത്തെ കൽപ്പാത്രം വാവിട്ട് കരഞ്ഞിട്ട് പറയാ, എൻ്റെ വക്കൊന്ന് പൊട്ടിയെന്നുള്ള ഒറ്റ കാരണത്താലാ എന്നെ ഈ മഹാവിവാഹത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയത്. പക്ഷെ അങ്ങ് വന്നതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് കയറാൻ പറ്റി. അവൻ കയറിപ്പോയി. അടുത്ത കൽപ്പാത്രത്തോട് ചോദിച്ചു പറഞ്ഞു,
എനിക്കൊരു ചെറിയ കോട്ടമുണ്ട്, അത് പണിയിൽ സംഭവിച്ചതാ. ഒരു കോട്ടമുണ്ട്, അല്പം പെയിന്റ് പോയി, അതിന്റെ പേരിൽ എനിക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയതാ. ഈ 6 പേരും ഓരോരോ കാരണങ്ങൾ അവിടെ വന്ന് പറയുന്നുണ്ട്. എന്നെ മാറ്റി നിർത്തിയത് എന്റെ കഴിവുകേട് കൊണ്ടോ, എന്റെ സൗന്ദര്യക്കുറവ് കൊണ്ടോ, എന്റെ വിദ്യാഭ്യാസ കുറവ് കൊണ്ടോ, എന്റെ ആരോഗ്യക്കുറവ് കൊണ്ടോ ഒക്കെ എന്നെ മാറ്റി നിർത്തി. പക്ഷേ നീ വന്നതുകൊണ്ട് എന്നെ കണ്ണ് അവിടെ ഉടക്കി. ഇന്ന് പകൽ പറയാൻ കഴിയണം, നാഥൻ വന്നതുകൊണ്ടാ നിന്നെ ആ കുഴിയിൽ നിന്ന് ഇവിടെ എടുത്തു വെച്ചേ. പക്ഷെ ഈ 6 പേർക്കും പറയാനൊരു കാര്യമുണ്ട്. ഈ മഹാവിവാഹം എനിക്ക് നഷ്ടമായതിനും നീ വന്നില്ലായിരുന്നെങ്കിൽ, എനിക്ക് എന്റെ സഭയോട് പറയാനുള്ള കാര്യം, ഒരു മഹാവിവാഹത്തിന് ക്ഷണിച്ചിട്ട് ഞാൻ ഇരിക്കാം. കർത്താവിന്റെ വരവടുത്തു. എന്നും ഇങ്ങനെ പാടിയും കൊട്ടിയും ദൈവത്തെ ആരാധിച്ചൊക്കെ ഇവിടെ ഇരുന്ന് കളയാമെന്നൊന്നും നമ്മൾ ആരും വിചാരിക്കരുത്. ജീവനോടി ഭൂവിൽ പാർക്കും വിശുദ്ധർ. ഒരു കാഹളം ധ്വനിച്ചാൽ മതി. ആ കാഹളം ധ്വനിക്കും. നമ്മളൊക്കെ ഇവിടെ ആശീർവാദം പറയുന്നത് എങ്ങനെയാന്ന് ഇന്ന് ശ്രദ്ധിക്കണം. ഞാൻ അന്ന് വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. ചിലടത്ത് പറയാം, ആമേൻ കർത്താവ് യേശുവേ. ആര് പറഞ്ഞു വേഗം വരണമെന്നൊന്നും അങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പറയുന്നതുകൊണ്ട് തെറ്റില്ലെന്നേ ഉള്ളൂ. പറയുന്നത് കൊണ്ട് തെറ്റില്ല. അത് നമ്മുടെ ഒരു ആവേശം കൊണ്ട് പറയുന്ന. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വേഗം വരണമെന്ന് പറയാൻ ചങ്കുറ്റുണ്ടെങ്കിൽ പറഞ്ഞു, വേഗം അങ്ങ് വന്നോട്ടെ. അതല്ലെങ്കിൽ നമ്മൾ പറയേണ്ട, ആമേൻ കർത്താവ് വരണമേ എന്ന് പറഞ്ഞാൽ മതി. സമയത്തിങ്ങ് വരുന്നതാണ് നല്ലത്. വെറുതെ ഊര് വാരി അടി മേടിക്കേണ്ട ഒരു കാര്യമില്ല. ചുമ്മാ നമ്മൾ ഒരു കർത്താവ് വന്നെന്ന് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ സന്തോഷം പറയും, അതുകൊണ്ട് വന്നു. കാരണം പുറകിൽ നിന്ന് വരുന്ന ഈ പുള്ളിയെ ഏറ്റവും ആദ്യം കാണുന്നത്. അപ്പോൾ പുള്ളിയെ നോക്കി, ആരാ വിളിച്ച്? അപ്പം ചിലർ പറയും, വിളിച്ചവർ കാരണം ഒപ്പിച്ചു, ആവശ്യത്തെ പണിക്ക് പോയാൽ ഇങ്ങനെ പറയും, വന്നോ എന്നാൽ പിന്നെ ഞാൻ അങ്ങ് പോയേക്കാം. അങ്ങനെ വല്ലതും ചിന്തിക്കുന്നുണ്ട്, എന്നെ ഒന്ന് കണ്ടിട്ട് പോകും. എനിക്ക് നിങ്ങളോളം ഒന്ന് ആയിത്തീരാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമല്ല. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളൊരു ആവേശത്തിൽ പലതും പറയും. പക്ഷെ നമ്മളൊക്കെ ഈ 2026 ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. അടുത്ത ഡിസംബർ 5-ാം തീയതി പരവാസ്തോലി വെച്ചേക്കുന്ന ഒരു ഇവിടെ ഉണ്ട്. അതെ, കല്യാണമൊക്കെ ഉറപ്പ്. അപ്പോൾ കർത്താവ് നിങ്ങൾ എന്നാ ചെയ്യും? അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഭാവനയിൽ നല്ലതാ കർത്താവ് നമ്മൾ വേഗം വരണമെന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ഞാൻ പറയല്ല. പക്ഷേ ആമേൻ കർത്താവ് യേശു വരണമെന്ന് പറഞ്ഞാൽ മതിയെന്ന എൻ്റെ ഒരു അഭിപ്രായം. കർത്താവ് വരട്ടെ. നമ്മൾ അല്പം കൂടെ നന്നാകാനുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും നന്നാകാനുണ്ടെങ്കിൽ, ആ നന്നാകാൻ വെച്ച ഒരു പീരീഡായിരിക്കാം അത്. ആരും കൈവിടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ മഹാവിവാഹത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണം. വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട്, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആ ഗാനത്തിന്റെ ചരണം എങ്ങനെയാണെന്നറിയാമോ? കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ കാന്തയായി തൻ മുമ്പിൽ എന്നെയും നിർത്തും. അടുത്ത ഭാഗം കേട്ടോണേ. ഘോരമാം പാടുകൾ ക്രൂരരാം യൂതരാൽ കാരണമില്ലാതെ. അപ്പൊ ഘോരമാ പാടുകൾ ക്രൂരരാം യൂതരാൽ കാരണമില്ലാതെ സഹിച്ചത് എന്തുകൊണ്ടാ? കുഞ്ഞാട്ടിൻ കല്യാണം. ചോദ്യം താഴെ ഉത്തരം മേളിലും കിടപ്പുണ്ട്. വീട്ടിൽ പോയിട്ട് നോക്കിച്ചാൽ മതി. ഒത്തിരി പാടിയിട്ടില്ലേ? പക്ഷെ നമ്മളങ്ങ് പാടുകയായിരുന്നു. ക്രൂരരാം യൂതരാർ ഈ പീഡകൾ മൊത്തം ഏക്കേണ്ടി വന്നത്, കാരണമില്ലാതെ സഹിക്കേണ്ടി വന്നത് എന്തിനാ? കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ കാന്തയായി. ഈ ചിരിയുടെ വിട്ടു പറഞ്ഞാൽ ഈ അടിയും ഇടിയും മുഴുവൻ കൊണ്ടത് ആ മഹാവിവാഹത്തിൽ കാന്തയായി കൊണ്ട് നിർത്താൻ വേണ്ടി മാത്രമാ. എന്നെയും നിന്നെയും ആ മഹാവിവാഹത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്രൂശ് മരണം ആസ്വദിച്ചത്. എന്നെയും നിന്നെയും മാറ്റി നിർത്താതിരിക്കാൻ വേണ്ടി മാത്രമാ ഈ അടി മുഴുവൻ കൊണ്ടത്, ഈ കുരിശു ചുമന്ന് മലയിൽ പോയത്. അല്ലാതെ വെറുതെ അല്ല സംഭവിച്ചത് കേട്ടോ. അതുകൊണ്ട് പാടുമ്പം അങ്ങനെ തന്നെ പാടണം. കർത്താവെ, ആ മഹാവിവാഹത്തിന് പങ്കെടുക്കാതിരിക്കാൻ മാറ്റപ്പെട്ട കൽപാത്രമായിരുന്നു ഞാൻ. എന്നാൽ നീ വന്നതിന് ശേഷം എന്നെ അവിടുന്ന് കഴുകി മിടുക്കനും മിടുക്കിയും സുന്ദരിയും സുന്ദരനുമാക്കി ഇവിടെ കൊണ്ട് നിർത്തിയത് ഞങ്ങളുടെ കഴിവല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആഴത്തിൽ നീ ഞങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ട് മാത്ര അവിടെ ആ പാട്ടിന്റെ ഒരു 4 വരി. കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ, കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ, കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ. ഘോരമ പാടുകൾ ക്രൂരരാം യൂതരാൽ, ഘോരമ പാടുകൾ ക്രൂരരാം യൂതരാൽ കാരണമില്ലാതെ സഹിച്ച
സ്നേഹ ഓ കാരണമില്ലാതെ ഒരു പ്രാവശ്യം കൂടെ പാടാമോ? കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ, കാന്തയായി തൻ മുൻപിൽ എന്നെയും ഓ ഘോരമ പാടു ഓ ക്രൂരരം യൂതര ഹല്ലേലൂയ ഘോരമ പാടുകൾ ക്രൂരരം യൂതരാൽ കാരണമില്ലാതെ സഹിച്ച സ്നേഹ ഓ കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹ ഹല്ലേലൂയ ഓ തൻ സ്നേഹ ഓ തൻ സ്നേഹമാധുര ചിന്താതിദാമത് ഓ ഹയത്ര ഗാഢമേ യേശുവിൻ സ്നേഹമേ ഓ ഹയത്ര ഗാഢമേ യേശുവിൻ സ്നേഹമേ ആയതിൻ ധ്യാനമേ ജീവിത ഓ ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര ചിന്താതിദാമത്രേ തൻ സ്നേഹമാധുര ചിന്താതിദാമത്രേ. എന്തായല്ലേ ജീവിതത്തിൽ ഒരു ജോലി ഓഫർ ചെയ്യുന്നത് പോലെ അല്ലായിരുന്നു അത്. ജീവിതത്തിൽ ചില നന്മകൾ നൽകിത്തന്ന് മടങ്ങിപ്പോയ ഒരു പോക്കല്ലായിരുന്നു അത്. ഒരു മഹാവിവാഹത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടിന്റെ വരികളാണ് അത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഇന്നലെയോളം നിലനിർത്തിയിട്ടുള്ളതും ആ വരികൾ തന്നെ. എനിക്ക് വേണ്ടി മാത്രം, ഞാൻ അവകാശപ്പെടും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു അത്. ഈ ക്രൂശ് മരണം ആസ്വദിച്ചത് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് ഞാൻ പറയും. ഈ അടി മുഴുവൻ കൊണ്ടത് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് ഞാൻ പറയും. ഈ മുൾക്കിരീടം അണിഞ്ഞതും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് ഞാൻ പറയും. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്വർഗം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ മഹാവിവാഹത്തിൽ ഒരു മണവാട്ടിയായി നിർത്താൻ വേണ്ടി നീ ഇത്രയും ഭംഗപ്പാടുകൾ സഹിച്ചല്ലോ, ഇത്രയും ഭംഗപ്പാടുകൾ സഹിച്ചല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു രാജ്യത്തിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഒരുമാതിരി പുതിയ പാട്ടുകളൊന്നും അധികം പാടാറൊന്നുമില്ല. എന്നാൽ ഞാൻ പാടിയിട്ടില്ല. സന്തോഷം ജി എന്ന് വിളിക്കും. ഈ പുതിയ പാട്ടുകൾ അധികം ഞാൻ അങ്ങനെ പാടിയിട്ടില്ല. ഞാൻ പാടിയിട്ടില്ല. അതൊരു പെട്ടെന്ന് എൻ്റെ ഭാവിച്ച് എൻ്റെ മനസ്സിൽ കൂടെ ഓടി വന്ന ഒരു വരിയുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഓടി വന്നപ്പോൾ ഞാൻ എൻ്റെ ചിത്രം പോലെ കാണുക. ഞാൻ പലയിടത്തും അത് പറഞ്ഞു. നിങ്ങൾ ചിലരെങ്കിലും അത് ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും. കേട്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ചിലർക്കെങ്കിലും അതൊരു ധൈര്യം പകരുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയാം. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ മരിച്ചു സ്വർഗത്തിൽ പോയി കേട്ടോ. ഞാൻ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് എന്നെ ദൂതം പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, കർത്താവ് ഇപ്പം വരുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക. ഞാൻ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം 1000 സൂര്യനേക്കാൾ തേജസ്സോടെ ഉദിച്ചു വരുന്ന ആ സൂര്യൻ ഇങ്ങനെ വരിക. എൻ്റെ കർത്താവ് നടന്ന് ഇങ്ങോട്ട് വരിക. ആ കോമള രൂപി ആ കർത്താവിനെ വിളിച്ചിട്ട്, മോൻ എപ്പോൾ വന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അല്പസമയമായുള്ളൂ വന്നിട്ടെന്ന് പറഞ്ഞു. നിന്റെ യാത്ര സന്തോഷമായിരുന്നോ? ഞാൻ പറഞ്ഞു, സന്തോഷമായിരുന്നു. നിനക്ക് വിഷമവും പ്രയാസവും ഒക്കെ നാട്ടിലുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് പരിഹാരവും നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒത്തിരി സന്തോഷം. ഞാനിങ്ങനെ നിൽക്കുകയല്ലേ, ഞാൻ കാണാൻ ആഗ്രഹിച്ച എൻ്റെ കർത്താവിൻ്റെ മുമ്പ് ഞാനിങ്ങനെ നിൽക്കുക. ഞാൻ വളരെ ഒരു എന്താ പറയുന്നത്, നമ്മൾ സ്റ്റക്കായി നിൽക്കുക എന്നൊക്കെ, സ്തബ്ധനായി പോകുമെന്ന് പറയത്തില്ലേ. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്നോട് പറയാ, നീ ഭൂമിയിൽ വെച്ച് എന്നെ ഒത്തിരി സ്നേഹിച്ചു, പക്ഷേ ഇടയ്ക്കൊക്കെ നീ എന്നെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോയി. അപ്പോഴും ഞാൻ ദൂതനെ അയച്ച് നിന്നെ വിടുവിച്ചു, നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നീ വീണ്ടും എന്നിൽ നിന്ന് ചെറുതായിട്ടൊന്നകന്നു. അപ്പോഴും എനിക്ക് സങ്കടം തോന്നി. ഞാൻ ദൂതനെ അയച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്നെ അത്രമേൽ സ്നേഹിച്ചോ? അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ആരിലും അധികമായി അല്പം കൂടുതൽ സ്നേഹിച്ചായിരുന്നു എന്നോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ വാവിട്ട് കരഞ്ഞു. കർത്താവിനോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് എന്നോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് എന്നോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്നോ? അപ്പം എന്നോട് പറഞ്ഞു, ആരിലും അധികമായി
ഞാൻ അല്പം കൂടുതൽ നിന്നെ സ്നേഹിച്ചു. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമുണ്ട്. ആരിലും അധികമായി അല്പം കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ട് നമ്മളെ, കേട്ടോ. എന്നോടിത് പറഞ്ഞപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, അറിവോടോ അറിവ് കൂടാതെയോ സംഭവിച്ചെങ്കിൽ എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, നീ ഇങ്ങ് വന്നല്ലോ, നിന്നെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒത്തിരി പാടുകൾ സഹിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇവിടെ വരെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒത്തിരി വേദന സഹിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കർത്താവിനോട് പറഞ്ഞു, ഇനി നീ സ്വസ്ഥതയിലേക്ക് നിനക്ക് ഒരുക്കിയിട്ട്, ദൂതനോട് പറഞ്ഞു, ഇവനെ ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്ത് അവനെ കൊണ്ട് പാർപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തിരിയാൻ നേരത്തെ എൻ്റെ യേശു തമ്പുരാൻ തിരിഞ്ഞങ്ങോട്ട് പോയി. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ എന്നൊരു വിളി ഞാൻ വിളിച്ചു. എന്നോട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എന്താ നീ എന്നെ വിളിച്ചേ? ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തമ്പുരാൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളേ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒത്തിരി അടി കൊണ്ടതല്ലേ, എനിക്ക് വേണ്ടി മുൾക്കിരീടം അണിഞ്ഞില്ലേ നീ, എനിക്ക് വേണ്ടി പുറം ഉഴവുചാല് പോലെ കീറിയിട്ടും ക്രൂശ് മരണം വേണ്ട എന്ന് നീ പറഞ്ഞില്ലല്ലോ. എനിക്കൊരാഗ്രഹമുണ്ട്, നിന്റെ ആ പാദം ഞാനൊന്ന് ചുംബിച്ചോട്ടെ, നിന്റെ ആ കാൽക്കൽ ഞാൻ നിരുന്നോട്ടെ, എന്നിട്ട് 4 വരി ഞാൻ പാടി. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിൻ ആനന്ദ. ഒരു പ്രാവശ്യം കൂടെ പാടാമോ? സന്നിധിയിൽ ഓ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു പ്രിയനേ, തേജസ്സെഴും നിൻമുഖമൻ ഹൃദയത്തിൻ ആനന്ദമേ. ഞാൻ വന്ന് പറഞ്ഞു, ഞാൻ നിന്റെ ആ കാൽക്കലൊന്നിരുന്നോളാം, എനിക്ക് മറ്റൊരാഗ്രഹവുമില്ല, എനിക്ക് ഞാൻ നിന്റെ പാദപീഠത്തിൽ ഇരുന്നോളാം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ കാലിനൊരു ചുംബനം തരാം. എനിക്ക് വേണ്ടിയാണല്ലോ ആ ഇരുമ്പാണി നിന്റെ കാലിൽ കൂടി ഇറങ്ങിയേ, എനിക്ക് വേണ്ടിയാണല്ലോ ഈ വേദന മുഴുവൻ നീ സഹിച്ചേ, എനിക്ക് വേണ്ടിയാണല്ലോ ഈ പച്ച പൈൻമര കുരിശ് നീ ചുമന്നീ മലമുകളിൽ പോയത്, എനിക്ക് വേണ്ടിയാണല്ലോ വീണും എഴുന്നേറ്റും നീ ക്രൂശ് മരണം വരെ പോയത്. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാനില്ല കർത്താവേ, നീ ഇരിക്കുന്നിടത്തൊക്കെ ഞാൻ വന്ന് ആ പാദങ്ങളൊന്ന് ചുംബിച്ചോട്ടെ. എന്റെ തമ്പുരാൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ? ഞാൻ പറഞ്ഞു, മാധുര്യമേറിയ നിന്റെ വചനം എന്റെ പ്രാണനെ തണുപ്പിക്കുന്നുണ്ട്, മാധുര്യമേറിയ നിന്റെ വചനം എന്റെ പ്രാണനെ തണുപ്പിക്കുന്നുണ്ട്. ഇന്ന് പകൽ പ്രാണനെ തണുപ്പിക്കുവാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, ഈ ദൈവസ്നേഹമല്ലാതെ മറ്റൊന്നും പ്രാണനെ തണുപ്പിക്കുവാൻ കഴിയുന്നതില്ല. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹമല്ലാതെ, ഈ ദൈവത്തിനല്ലാതെ നിന്റെ പ്രാണനെ തണുപ്പിക്കുവാൻ കഴിയുന്ന മറ്റൊന്നുമില്ല. സ്തോത്രം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ ചിന്ത അവിടെ അവസാനിപ്പിച്ചു. എന്നോട് പറഞ്ഞു, ഇനി നീ പോയി വിശ്രമിച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കൂടങ്ങ് വരിക എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, നീ വിശ്രമിച്ച് അടങ്ങിയിരിക്കാനാണോ ആഗ്രഹിക്കുന്നത്, അതോ വിശ്രമമില്ലാതെ അയച്ചവന്റെ വേല ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്?
ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോട് മാടി വിളിക്കും കേട്ടോ. അത് തരാം, ഇത് തരാം, നിന്നെ വാലല്ല തലയാക്കാമെന്നൊക്കെ പറയുമ്പോഴും എന്റെ കൂടെ പുറപ്പെടുന്ന എനിക്ക് പറയാനുള്ള കാര്യം, അതിന്റെ പിന്നാലെ നീ ഓടിപ്പോകരുത്. അല്പം പ്രയാസമുള്ള യാത്രയാണെങ്കിലും, അല്പം വേദനയും ഇടുക്കമുള്ള യാത്രയാണെങ്കിലും ഈ ദൈവത്തെ മറന്നൊന്നും ചെയ്യുവാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ കേട്ടോ. ഒരിക്കലും അനുവദിച്ചുകൂടാ. സ്വർഗത്തിന് വേദന വരുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്നെ ആ പാട്ട് ഞാൻ പാടിയിട്ടുള്ള പാടില്ല, പക്ഷെ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു കളഞ്ഞു. എന്നെ വല്ലാതെ എന്നെ ഒത്തിരി എനിക്ക് അല്പം കൂടെ ദൈവത്തോട് അടുക്കാൻ ഞാൻ തോരാതെ മണിക്കൂറുകൾ ഇങ്ങ് പാടി ഞാൻ ദൈവത്തിന് ഒത്തിരി മഹത്വം അർപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാധുര്യമായ നിന്റെ മൊഴികൾ എന്നെ തണുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാൽക്കൽ ഇരുന്നോട്ടെന്ന് വിചാരിച്ച. കാൽക്കൽ ഇരിക്കുമ്പോ അവനോടൊപ്പം ചേർന്നിരിക്കുകയല്ലേ, ഇടയ്ക്കിടയ്ക്ക് ആ കാലിനോരോ ചുംബനം കൊടുക്കാമല്ലോ, ആ മുറിവുകളിൽ ഒന്ന് തലോടാമല്ലോ. ഇച്ചിരൂടെ പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കാം. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം കൂടെ എനിക്കൂടെ പൂർത്തിയാക്കുമ്പോൾ പറയാനുണ്ട്. ആരെങ്കിലും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിയെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കൂടപ്പുറപ്പിനോട് ഞാൻ പറയുന്നു, സുപ്രസാദ കാലമാണ് കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാ. ഇനി നഷ്ടമാക്കി കളയരുത്. ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ കാലങ്ങൾ ഒത്തിരി ഓടിപ്പോകും. നഷ്ടത്തിന്റെ വലിയൊരു കണക്ക് നീ പറയേണ്ടി വരും. അതുകൊണ്ട് എത്രയും വേഗം ക്രിസ്തുവിനെ അറിഞ്ഞോണം, എത്രയും വേഗം ക്രിസ്തുവിനോട് ചേർന്നോണം, എത്രയും വേഗം സഭയോട് ചേർന്നോണം, എത്രയും വേഗം കൂട്ടായ്മ ആചരിച്ചോണം. സ്തോത്രം. വെള്ളിയും പൊന്നുമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളത് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കും. ഇന്ന് രാത്രിയിൽ ഒരു ശബ്ദം നീ കേൾക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തിരുന്നു, നമ്മളെക്കാട്ടിൽ മുമ്പേ പോയവരെത്രയോ ഭാഗ്യമുള്ളവരാ. നമുക്ക് മുമ്പേ നിത്യത പോകിയവരെത്രയോ ഭാഗ്യമുള്ളവരാ. ഈ ഭൂമിയിലെ കഷ്ടത, അതുകൊണ്ട് ആ പാട്ടുകാരൻ എഴുതി വെച്ച്, മുമ്പേ പോയിടുന്നവർ ഭാഗ്യമുള്ളവർ. എന്താണെന്നറിയോ? മാന്യയിലുള്ള കഷ്ടത നീങ്ങി അവർ സ്വസ്ഥരായി. നമ്മൾ ഇപ്പോഴും ഇവിടെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ കാലം ഉണ്ടായ പകർച്ചവ്യാധിയും അതും ഇതും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വന്നില്ലേ? മുമ്പേ പോയവരെന്താ അനുഭവിച്ചേ? ഒന്നും അനുഭവിച്ചില്ല. അവരൊക്കെ പോയി. എവിടെ പോയി? പ്രാണപ്രിയന്റെ അടുത്ത് പറന്നുപോയി. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കിനെ അവിടെ അവസാനിപ്പിക്കുക. നമ്മൾ ഒരുമിച്ചൊരു പാട്ടൂടെ പാടിയിട്ട് വേണം നമുക്ക് പിരിയാൻ. നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ആ പ്രത്യാശയുടെ ഒരു 4 വരി പാടും. അത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് കാഹളനാദം കേൾക്കാറായി. അതിൽ വെച്ചാ, കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാറായി, ക്രൂശിൻ സാക്ഷികളെ. ആ പാട്ടിന്റെ ചരണം ഇങ്ങനെ, കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, ഉണ്ടായാലും പ്രതിഫലം ഏറ്റവും പെരുകിയിടും. ഇന്ന് രാത്രി കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും അത് പ്രത്യാശയെ ഉളവാക്കുന്നുവെന്ന് പഠിച്ചത് ഇന്ന് രാത്രിയിൽ നമ്മൾ പറയണം. കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന് പറയണം. ഞാൻ നിന്നെ അനുഭവിച്ചത് എനിക്ക് ഗുണമായി എന്ന് പറയണം. ഞാൻ നിന്നെ അനുഭവിച്ചത് ഞാൻ ഗുണമായി എന്ന് പറയണം. ഇന്ന് രാത്രിയിൽ അനുഭവിക്കുന്നതൊക്കെ നിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാ. അല്പം കൂടെ പറയാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞൊരു വരവുണ്ട് കേട്ടോ. തെളിഞ്ഞൊരു വരവുണ്ട്. നീ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ അതിനെ ആർക്കും ഒന്നും മുൻപേ പോയിടുന്നോ ഭാഗ്യമുള്ളവർ, മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മന്നേലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ, മന്നേലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ, പ്രാവീനെ പോൽ 2 ചീറകുണ്ടം നാകിൽ ഞാൻ, പ്രാവീനെ ഹല്ലേലൂയ 2 ചീറകുണ്ടം നാകിൽ ഞാൻ, ശീഘ്രം എത്തും പറന്നെൻ്റെ മണവാളൻ
സന്നിധോ ശീഘ്രം എത്തും പാറം എന്റെ മണവാളൻ സന്നിധോ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ട് നമുക്ക് വീണ്ടും കാണുവാൻ കഴിഞ്ഞു. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാനിടയായി. ഇനിയും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കാണാം, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരുമിച്ച് കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എനിക്കിന്നിങ്ങനെ മഹത്തരമായ ഒരു സമയം ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട ബാബുച്ചാനോടും സഭയോടും ഈ പ്രിയപ്പെട്ട എൽഡേഴ്സ്, പ്രായം ചെയ്യുന്ന എല്ലാ കമ്മിറ്റി എല്ലാവരോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ എന്നോട് സഹകരിച്ചതിൽ ഒത്തിരി സന്തോഷം. ഒരു പ്രത്യാശയുടെ ഗാനം പാടി നമുക്ക് പിരിയാം. നമുക്ക് അസ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ച് കരങ്ങളെ അടിച്ച് ആ പ്രത്യാശയുടെ പാട്ട് പാടി കരങ്ങളെ അടിച്ച് തുടർന്ന് ശുശ്രൂഷകൾ അവസാനിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഓ കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിയിടും ഭാഗാവാസികളെ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിയിടും ഭാഗാവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മിശിഹാരാജൻ നിൻകൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മിശിഹാരാജൻ നിൻകൂടെ ബോട്ടിൽ. ഓ ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ പാകായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. വ്യാകുലയായവളെ പ്രാവേ പാകായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടി. താമസമില്ല താമസമില്ല തിരുസഭയെ, കാലം തീരാറായി. ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാ തേജസ്സിൽ. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി. ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാ തേജസ്സിൽ. അരികളോർത്തതിനാലേറ്റോ ക്ഷീണിച്ചോ പ്രാവേ, പെരുതുലപിച്ചവരന്നാളിൽ ചൂടോ പൊന്മുടിയെ. അരികളതിർത്തതിനാലേറ്റോ ക്ഷീണിച്ചോ പ്രാവേ, പെരുതുലപിച്ചവരന്നാളിൽ ചൂടോ പൊന്മുടിയെ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായി, ഹല്ലേലൂയ, പ്രതിഫലമേറ്റം പെരുകിടോ ഭാഗാവാസികളെ. കഷ്ടതയോ പല, കരങ്ങളെ ചേർത്തടിച്ച് എല്ലാവരും ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം. പ്രതിഫലമേറ്റം പെരുകിടോ ഭാഗാ. കഷ്ടതയോ കഷ്ടതയോ പല പട്ടിണിയോ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഏറ്റവും പെരുകിടോ ഭാഗ. കഷ്ടതയോ കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിടോ ഭാഗാവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാ ക്ഷീണി, മിശിഹാരാജൻ നിൻകൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മിശിഹാരാജൻ നിൻകൂടെ ബോട്ടിൽ. താമസമില്ല താമസമില്ല തിരുസഭയെ, കാലം തീരാറായി. ക്രൂശിൽ മരിച്ചവന് ഉറപ്പോടെ 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 പോവാമേ. താമസമില്ല തിരുസഭയെ, കാലം തീരാറായി. ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാ തേജസ്സിൽ. അരികളതിർത്തതിനാലേറ്റോ ക്ഷീണിച്ചോ പ്രാവേ, തിരുതുലപിച്ചവരന്ന ഓ ചൂടോ പൊന്മുടി. അരികളതിർത്തതിനാ ക്ഷീണി, ഹല്ലേലൂയ, തിരുതുലപിച്ചവരന്നാളിൽ ചൂടോ പൊന്മുടിയെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാൻ വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാരെന്തേ കണ്ടേടോ
അതുരകരാജല വൈഡാരേ അംദവരാജല വൈഡകരേ ശ്രീകാരാജ സംദാരേ ശ്രീകാരംദ ശഗദാരേ ജീവല വൈശകരഗദഗദഗദല റിഗമല രീവല ഓരഗമല ശഗദാരിദലാരിദലാരിഗലാരിഗവല ഗല വൗഡവരഗദല റിഗമല ദിഗദല റിഗദല രഗദല അതുരംദല റിഗമല ശഗദല റിഗമല ദിഗദല റിഗദ ഓ രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ഓ മഗതോ 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 ഓ മഗതോ 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 തബരഗദഗദല റിഗമല ദിഗദല രഗദല റിഗദല രഗമല ഓ ഹല്ലേലൂയ 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 ഓ ആമേൻ 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 രക്തത്താൽ ജയം രക്തത്താൽ ജയം രക്തത്താൽ ജയം രക്തത്താൽ ജയം അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എത്രത്തോളം സമയം തന്ന ദേവദാസനോടും സഭയോടും നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലഭിച്ച മനോഹരമായ സമയത്തിനെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനായ ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാം